പ്രിയപ്പെട്ടവരെ, ഈ സെഷനിൽ ചിത്രകലയുടെ പുതുരൂപങ്ങൾ എന്നാണ് ടൈറ്റിലിട്ട് വയ്ക്കുന്നത്. അതിനെ നമുക്ക് കലയുടെ പൊതുവായിട്ടുള്ള ഒരു ടെർമിനോളജിയിൽ എടുക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമായിരുന്നു, ഈ പാനലിസ്റ്റുകളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്, ഇവിടെ ഇരിക്കുന്നവരും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കൊക്കെ പരിചിതമായ ഒരു പ്രതലത്തിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ ഡിസ്കഷൻ ഒരു തീമാറ്റിക്സ് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് 2-3 കാര്യങ്ങളാണ്. ഒരു 3 പോയിൻ്റ് പറയാം. ഒന്ന്, ടെക്നോളജിയുടെ ഒരു വലിയ വികാസകാലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. മുമ്പ് കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ വന്നതുപോലെയല്ല. ഇപ്പോൾ ടെക്നോളജി അതിൻ്റെ വരവിൽ അത് ആ ഡെമോക്രറ്റൈസേഷൻ്റെ ഒരു പ്രോസസ്സിലേക്ക് നമ്മളെ വളരെ പെട്ടെന്ന് തള്ളി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയം കുറവാണ് ഈ പുതിയ ടെക്നോളജിക്കൽ ഡിവൈസുകളോടും അല്ലെങ്കിൽ അതിൻ്റെ പെരുമാറ്റങ്ങളോടും ഒക്കെ നമ്മൾ പരിചയിച്ച് ഒരു പുറത്ത് അത് നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലേക്ക് വരികയും അത്ര തന്നെ അത് നമ്മുടെ ഡെമോക്രാറ്റിക് ഇമ്പൾസിന് വലിയ ഭീഷണിയാവുകയും ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പറയില്ലേ, കൈതുമുള്ളിൻ്റെ സ്വഭാവമാണ് ഈ ടെക്നോളജിക്കൽ ഇറയ്ക്ക്. മേലോട്ടും താഴോട്ടും ഒഴിയാൻ പറ്റില്ല. കാരണം ഇതില്ലാതെ പറ്റില്ല. ഇതുണ്ടായാൽ നമ്മളെ അത് വലിയ തോതിൽ ഒരു സമൂഹം എന്നുള്ള നിലയിൽ വളരെ ഫാസിസ്റ്റായിട്ടുള്ള ടെൻഡൻസീസിന് അത് അലിഖിതമായിട്ടുള്ള പല നിയമങ്ങളും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഇതിടയാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോഷ്യൽ ലൈഫിനെ ബാധിക്കുന്ന ഈ ഒരു ടെക്നോളജിക്കലായിട്ടുള്ള ഒരു പുതിയ കാലം, പുതിയ അഡ്വാൻസ്മെൻറ്റ്സ് പലപ്പോഴും കലയിൽ അത് മീഡിയമിസ്റ്റിക്കായിട്ടല്ലാത്ത അതിനപ്പുറം വരുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ടെക്നോളജിക്കൽ മാറ്റങ്ങളെക്കുറിച്ച് ഒരു പുറത്ത് ആലോചിക്കാം. അതൊരിക്കലും ടെക്നോളജിയെക്കുറിച്ച് മാത്രമല്ല, അതൊരു ഹ്യൂമൻ ലൈഫിനെ കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളിലേക്ക് വന്ന് നിൽക്കേണ്ടി വരുന്നുണ്ട്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു അതിഭീകരമായിട്ടുള്ളൊരു ജെൻഡേർഡ് സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതുണ്ടാക്കുന്ന റിപ്പർക്കഷൻസ് നമ്മൾ ഉദ്ദേശിക്കും പോലെ ഒരു പക്ഷപാതിത്വം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകൾ ഈ ഫീൽഡിൽ ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞതുകൊണ്ടോ ഒന്നും ഇത് തീരുന്നില്ല. ഇത് വൻതോതിൽ അധികാരവുമായിട്ടുള്ള നമ്മുടെ ഒരു പുതിയ സമൂഹത്തിൻ്റെ പുതിയ മാറുന്ന ബന്ധങ്ങളെക്കുറിച്ചാണ് അത് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ ജെൻഡറും അധികാരവും തമ്മിലുള്ള ചില ബന്ധങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. മൂന്നാമതായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഈ കല തന്നെ നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങളുടെ ഒരു കപ്പാസിറ്റി അതിങ്ങനെ വളരെയധികം ഈ യന്ത്രവൽകൃത സൊസൈറ്റി നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങളെയൊക്കെ ഇങ്ങനെ ചോർത്തിയെടുക്കുന്നത് കൊണ്ട്, അതിൻ്റെ സാധ്യതകളൊക്കെ യന്ത്രം അത്ഭുതകരമായി നമുക്ക് ചെയ്തു തരുന്നത് കൊണ്ട് നമ്മൾക്ക് ഒരു ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ള ഒരു കലാസങ്കല്പത്തിൽ പുലർന്ന മനുഷ്യന് ആ ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ളൊരു ബ്യൂട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കലയെക്കുറിച്ചുള്ള ധാരണകളോ ഇതൊക്കെ അപ്രസക്തമാകും പോലെ ഒരു തോന്നൽ ഇന്ന് നമുക്കുണ്ട്. അത് എത്രത്തോളം നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതും ആലോചിക്കണം. അതായത് നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ ഇത്രയും തുറക്കുന്ന, ഇപ്പം തന്നെ 1990-കളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ ചുറ്റുപാടുകളിലെ കലാലോകമല്ല ഇന്നെന്ന് വെച്ചാൽ പല തരത്തിലുള്ള വല്ലഭന് പുല്ലും ആയുധം എന്ന് പറയും പോലെ കലയുടെ പുത്തൻ സാധ്യതകളും ഇന്ദ്രിയാനുഭവങ്ങളും കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷെ എന്നിട്ടും ഈ ഇന്ദ്രിയാനുഭവങ്ങളൊക്കെ തുറന്നു നിൽക്കുന്ന ഒരു ലോകത്തും വളരെ കുറച്ച് പേരെ മാത്രമേ നമുക്ക് കലയുടേതായ ഒരു മണ്ഡലത്തിൽ നിർത്താൻ പറ്റുന്നുള്ളൂ. ബാക്കി നമുക്ക് തോന്നണതാണ്. ഈ ഫെസ്റ്റിവൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ബിയനാലെ പോലെയുള്ള വൻതോതിലുള്ള കാര്യങ്ങളാണെങ്കിലും അതിലൊക്കെ വരുന്ന കാണികൾ, അത് ഉത്സവത്തിന് പോകും പോലെ തന്നെ കലയുടെ മണ്ഡലത്തിലും കുറേ കാണികളെ നമ്മൾ കാണും. പക്ഷെ കലാസമൂഹം ആവുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഈ കാണിക്ക് കലാസമൂഹം ആവാൻ പറ്റിയ അടുപ്പം നമ്മളുടെ കലയുടെ ഡിസ്പ്ലേയിലുണ്ടോ? നമ്മുടെ കല കാണിയെ അകറ്റുകയാണോ? അല്ലെങ്കിൽ കലയെക്കുറിച്ച് നമ്മൾ എഴുതി വയ്ക്കുന്ന പലതും, പ്രത്യേകിച്ചും ഒരു ക്യൂറേറ്റഡ് സ്പേസിലൊക്കെ നമ്മൾ എഴുതി വയ്ക്കുന്ന പലതും കലയോട് അടുപ്പിക്കുന്നതിന് പകരം നമ്മൾ അകറ്റുകയാണോ ചെയ്യണേ?
ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ത്രൂ ഔട്ട് ഉണ്ട്. ഇതൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇതിലേതെങ്കിലുമൊക്കെ നമ്മുടെ സഹ പാനലിസ്റ്റുകൾ സംസാരിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാനിത് തുടങ്ങാൻ വേണ്ടി നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ തുടങ്ങട്ടെ. ഞാൻ സജിതയോട് ചോദിക്കുകയാണ്, എന്താണ്, എന്നാൽ പിന്നെ ആറ്റത്തുനിന്ന് തുടങ്ങാം, നമുക്ക് ഹൈറാർക്കി ഇല്ല. അതാ പറഞ്ഞ ഏതെങ്കിലും ഒരു അറ്റം പിടിച്ചു, അത്രയേ ഉള്ളൂ. സജിത് ഒരു വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക, അപ്പോൾ നമുക്കത് കേൾക്കാം. അപ്പം ഞാനൊരു കുറിപ്പുണ്ടാക്കിയാണ് കൊണ്ടുവന്നത്. ശരിക്കും കുറച്ച് നാൾ ഞാൻ വിദേശത്തായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് എക്സിബിഷൻസൊക്കെ കാണുകയും ആ സമയത്താണ് എനിക്കിങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വന്നത്. ആക്ച്വലി അവിടെയുള്ള കലാകാരന്മാരുമായിട്ട് ഈ സബ്ജക്റ്റ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനൊരു വിളി വന്നത്. ഐ എം വെരി ഹാപ്പി ദാറ്റ്. അപ്പം ഞാനത് ആധികാരികമായിട്ട് ഞാൻ അതിനെ കൂടുതൽ ചിന്തിക്കുകയും അതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനത് മുന്നോട്ട് വയ്ക്കാം. ദൃശ്യകലയുടെ ലോകത്തെ പുനർനിർമ്മിക്കുന്ന ശക്തികൾ, അതാണ് എൻ്റെ. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ദൃശ്യകല, പ്രത്യേകിച്ച് ചിത്രശില്പകല, ക്യാൻവാസിനപ്പുറമുള്ള ആഗോള ശക്തികളുടെ ആഴത്തിലുള്ള സ്വാധീനത്തിന് വിധേയമായിട്ടുണ്ട്. ആർട്ടിസ്റ്റുകൾ പരിമിതികളുടെയും പുതിയ അവസരങ്ങളുടെയും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ രംഗത്തെ പുതുധാരകളെയും പ്രവണതകളെയും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1. ഭൗമരാഷ്ട്രീയ അസ്ഥിരതയും സെൻസർഷിപ്പും. സ്വേച്ഛാധിപത്യപരമോ അസ്ഥിരമോ ആയ ഭരണകൂടങ്ങൾ ആർട്ടിസ്റ്റുകളെ മുമ്പത്തേക്കാളേറെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സെൻസർഷിപ്പും നാടുകടത്തലുമൊക്കെ ഇപ്പോഴും നേരിടുന്നു. സംഘർഷം, സ്വത്വം, പ്രതിരോധം എന്നിവയാണ് സമകാലിക ചിത്രകലയുടെയും ശില്പകലയുടെയും ഈ കാലഘട്ടത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. ഉദാഹരണത്തിന് ചൈനീസ് കലാകാരനായ എ.വൈ.വൈ സ്വന്തം രാജ്യത്തെ ഭരണകൂട അടിച്ചമർത്തലുകളെ വിമർശിക്കാനും അഭയാർത്ഥി പ്രതിസന്ധികളെ അവതരിപ്പിക്കാനും തൻ്റെ മാധ്യമത്തെ ഉപയോഗിക്കുന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് ദി ജേർണി എന്ന സൃഷ്ടി മനുഷ്യരുടെ കുടിയൊഴിപ്പികളെക്കുറിച്ചുള്ള ആഗോള നിസ്സംഗതയെ വിമർശിക്കുന്നു. 2. കാലാവസ്ഥാ പ്രതിസന്ധി ക്രിയേറ്റീവ് കാറ്റലിസ്റ്റ് ആവുമ്പോൾ പരിസ്ഥിതി നശീകരണത്തെ പ്രതിഫലിപ്പിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും വേണ്ടി കലാകാരന്മാർ ഇപ്പോൾ കൂടുതലായി പാരിസ്ഥിതിക വിഷയങ്ങളിലേക്ക് തിരിയുന്നുണ്ട്. സുസ്ഥിരവും ബയോഡിഗ്രേഡബിളുമായ വസ്തുക്കൾ ഉപയോഗിച്ച് കലാസൃഷ്ടി നടത്തുന്ന പ്രവണത കാണാം. ഇൻസ്റ്റലേഷനുകളും ശില്പങ്ങളുമാണ് ഇത്തരം സന്ദേശങ്ങൾക്ക് ശക്തമായ മാധ്യമങ്ങൾ. ഹംഗറിയിൽ ജനിച്ച അമേരിക്കൻ ആർട്ടിസ്റ്റായ ആഗ്നസ് ഡീൻസിൻ്റെ വീറ്റ്ഫീൽഡ് എന്ന കോൺഫ്രണ്ടേഷൻ നഗരവികസന ചർച്ചകളുടെ നടുവിൽ കൃഷിയെയും കാലാവസ്ഥയെയും പ്രതിഷ്ഠിക്കുന്നത് മികച്ച ഒരു മാതൃകയാണ്. ഐറിഷ് ആർട്ടിസ്റ്റായ ജോൺ ജെറാൾഡിൻ്റെ ഡിജിറ്റൽ സൃഷ്ടികൾ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിനിധീകരിക്കുന്നു. ഉദാഹരണത്തിന് വെസ്റ്റേൺ ഫ്ലാഗ് എണ്ണപ്പാടത്തെ കറുത്ത പുകകൊണ്ട് നിർമ്മിച്ച ഒരു പതാകയെ ചിത്രീകരിക്കുന്നു. താരിഫ് യുദ്ധങ്ങളും പ്രത്യാഘാതങ്ങളും. പിഗ്മെൻറ്റുകൾ, മാർബിൾ, വെങ്കലം തുടങ്ങിയ കലാസാമഗ്രികളുടെ തീരുവയും അന്താരാഷ്ട്ര ഷിപ്പിംഗ് നിയന്ത്രണങ്ങളും ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിച്ചു. ഇത് പല ചിത്രകാരന്മാരെയും ശില്പികളെയും പ്രാദേശികമോ പാരമ്പര്യേതരമോ ആയ മാധ്യമങ്ങളിലേക്ക് തിരിയാൻ നിർബന്ധിതരാക്കി. US ചൈന താരിഫ് സംഘർഷങ്ങൾക്കിടയിൽ ചൈനീസ് നിർമ്മിത ക്യാൻവാസുകളുടെയും പിഗ്മെൻറ്റുകളുടെയും വില കുതിച്ചുയരുന്നത് അമേരിക്കൻ ആർട്ടിസ്റ്റുകളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ശില്പികൾ ഇപ്പോൾ റീസൈക്കിൾഡ് വസ്തുക്കൾ പ്രതിഷേധ സൂചകമായി ഉപയോഗിക്കുന്നു. ഖാനയിൽ നിന്നുള്ള ശില്പിയായ എൽ അൻസ്റ്റുമായി തൻ്റെ സുപ്രധാന സൃഷ്ടികളിൽ കുപ്പികളുടെ അടപ്പുകളും ഉപേക്ഷിച്ച ലോഹവും ഉപയോഗിക്കുന്നത് ഈ രീതിയിലുള്ള സമീപനത്തിൻ്റെ ഭാഗമായി. ഉപരോധങ്ങളും കലാവിപണി ഒറ്റപ്പെടലുകളും. രാഷ്ട്രീയ ഉപരോധങ്ങൾ മൂലം ആർട്ടിസ്റ്റുകളും ഗാലറികളും പ്രതിസന്ധിയിലാവുന്നത് കണ്ടുവരുന്നു. ആഗോള പ്രദർശനങ്ങളിലും വിൽപ്പനകളിലും പങ്കെടുക്കുന്നതിൽ നിന്നുള്ള വിലക്കുകൾ ഈ സാഹചര്യത്തിൻ്റെ ബാക്കിപത്രങ്ങളാണ്. ഇറാനിലും റഷ്യയിലും വെനിസ്വേലയുമൊക്കെ ഈ സ്ഥിതിവിശേഷം അടുത്ത കാലത്തുണ്ടായി. ബാങ്കിങ്, വിസ നിയന്ത്രണങ്ങൾ കാരണം ഇറാനിയൻ കലാകാരന്മാർക്ക് അവരുടെ കൃതികൾ കയറ്റുമതി ചെയ്യുന്നതിനോ ഷോകളിൽ പങ്കെടുക്കുന്നതിനോ ബുദ്ധിമുട്ടുണ്ട്. പലരും ഇപ്പോൾ വെർച്വലായും ഡയസ്പോറ നെറ്റ്വർക്കുകൾ വഴിയുമാണ് ഇത് മറികടക്കുന്നത്. ഉക്രൈൻ അധിനിവേശമാണ് റഷ്യൻ ആർട്ടിസ്റ്റുകൾക്ക് വിനയാകുന്നത്. കല എന്ന ആക്ടിവിസം. ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. അമേരിക്കയിലെ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ മുതൽ ഹോങ്കോങ്ങിലെ ജനാധിപത്യ അനുകൂല പ്രതിഷേധങ്ങൾ വരെയുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങൾ
അധികാരം, അനീതി, പരിസ്ഥിതി അവഗണന എന്നിവയെ വിമർശിക്കുന്നതാണ്. ഇതൊക്കെ ദൃശ്യകലകളിലേക്ക് വ്യാപിക്കുന്നതും നമുക്ക് കാണാം. ജോർജ് ഫ്ലോയിഡിൻ്റെ മരണത്തെ തുടർന്ന് അമേരിക്കയിൽ പ്രതിഷേധത്തിനിടെ ചുവർചിത്രങ്ങളും പ്രതിഷേധ കലകളും സാമൂഹിക ഐക്യദാർഢ്യത്തിനുള്ള ഉപകരണങ്ങളായി മാറി. നഗരദൃശ്യങ്ങളെ പെട്ടെന്ന് കൂട്ടായ്മയുടെ ക്യാൻവാസുകളാക്കി മാറ്റി. മ്യാൻമറിൽ സൈനിക നടപടികളുടെ ഭീഷണിയിൽ കലാകാരന്മാരുടെ തെരുവ് ഇൻസ്റ്റലേഷനുകളും ശില്പങ്ങളും പ്രതിഷേധ മാർഗമായി ഉപയോഗിച്ചു. സാംസ്കാരിക ലോകത്തിൻ്റെ പുത്തൻ ശക്തി കേന്ദ്രം. യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും കലാസ്ഥാപനങ്ങൾ കൊളോണിയൽ പൈതൃകങ്ങളിൽ അഭിരമിക്കുമ്പോൾ പൗരസ്ത്യ കലാകാരന്മാർ പ്രാധാന്യം നേടുന്നുണ്ട്. ബിനാലകളും മേളകളും പാശ്ചാത്യേതര ശബ്ദങ്ങളെ, പ്രത്യേകിച്ച് ആഫ്രിക്ക, തെക്കുകിഴക്കൻ ഏഷ്യ, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളവയെ പ്രകാശിപ്പിക്കുന്നു. അഡ്രിയാനോ ഫെഡ്രോസ ക്യൂറേറ്റ് ചെയ്ത 2024 വെനീസ് ബിനാലയിൽ തദ്ദേശീയരുടെയും ദക്ഷിണേന്ത്യൻ കലാകാരന്മാരുടെയും എണ്ണം റെക്കോർഡ് തിരുത്തി. അമോക്കോ ബോഫോ പോലുള്ള ആഫ്രിക്കൻ ചിത്രകാരന്മാരും എന്നെ ഓക്രെ പോലുള്ള ശില്പികളും അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയാണിപ്പോൾ. പലപ്പോഴും കാലാവസ്ഥാ പൈതൃകം, സ്വത്വം എന്നീ വിഷയങ്ങൾക്കാണ് പണ്ടത്തേക്കാളേറെ ഇപ്പോൾ മുൻതൂക്കം. മൗലികവാദം പിടിമുറുകുമ്പോൾ പല രാജ്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മതപരവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ മൗലികവാദത്തിൻ്റെ വളർച്ച ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാകുന്നു. ദൈവനിന്ന, ദേശവിരുദ്ധം അല്ലെങ്കിൽ അധാർമികം എന്നിങ്ങനെ വിശേഷിക്കപ്പെടുന്ന സൃഷ്ടികളുടെ പേരിൽ കലാകാരന്മാർ സെൻസർഷിപ്പ് മുതൽ പീഡനം, അറസ്റ്റ്, ആക്രമണം വരെ നേരിടേണ്ടി വരുന്നു. പലർക്കും കോഡസ് സിംബോളിസം, അജ്ഞാത കൂട്ടായ്മകൾ അല്ലെങ്കിൽ പ്രവാസം എന്നിവയിലൂടെ പ്രതികരിക്കേണ്ട അവസ്ഥയുണ്ട്. ഇന്ത്യയിൽ ഹിന്ദു ദേവതകളെ ചിത്രീകരിച്ചതിൻ്റെ പേരിൽ MF ഹുസൈനെ പോലുള്ള കലാകാരന്മാരെ പതിറ്റാണ്ടുകളായി വലതുപക്ഷ ഗ്രൂപ്പുകൾ വേട്ടയാടുന്നു. സമീപകാലത്തായി ദേശീയത, ജാതീയത, മതപരമായ യാഥാസ്ഥികത എന്നിവയെ വിമർശിക്കുന്ന പ്രദർശനങ്ങൾക്കും കലാകാരന്മാർക്കും നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം പബ്ലിക് ആർട്ട് നശിപ്പിക്കുകയും പെയിൻറ്റ് ചെയ്ത് മറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വനിതാ ആർട്ടിസ്റ്റുകളാണ് കൂടുതലായും ഇത്തരം മായ്ക്കൽ നേരിടേണ്ടി വരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഗ്രാഫിറ്റി കലാകാരിയായ ഷംസിയ ഹസാനിയെ പോലെയുള്ള ചിലർ ഒളിവിലോ പ്രവാസത്തിലോ ജോലി ചെയ്യുകയും കല പങ്കിടുകയും ചെയ്യുന്നത് തുടരുന്നു. ഇറാനിൽ ആർട്ടിസ്റ്റുകൾ കടുത്ത നിരീക്ഷണവും സെൻസർഷിപ്പും നേരിടുന്നുണ്ട്. ചിത്രകാരികളും ശില്പികളും ഇടുങ്ങിയ അതിരുകൾക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. നിയന്ത്രണ രേഖകൾ ലംഘിക്കുന്നവരെ നിരോധിക്കുകയോ ജയിലിലടയ്ക്കുകയോ ചെയ്യുന്നു. 2022 സ്ത്രീകൾ ജീവിതം സ്വാതന്ത്ര്യം എന്ന പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നതിൽ കല ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പലപ്പോഴും വലിയ അപകട സാധ്യതയിലായിരുന്നു അതൊക്കെ അരങ്ങേറിയത്. പോളണ്ടിലും ഹംഗറിയിലും യാഥാസ്ഥിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാരുകൾ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ മേൽ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട്. LGBTQ അവകാശങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ദേശീയ നയങ്ങളെ വിമർശിക്കുന്ന കലാകാരന്മാർക്കുള്ള ധനസഹായം വെട്ടിക്കുറയ്ക്കാറുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളിൽ ഔപചാരിക സെൻസർഷിപ്പ് അപൂർവമാണെങ്കിലും പ്രത്യയശാസ്ത്രപരമായ ധ്രുവീകരണം വർദ്ധിച്ചു വരികയാണ്. ഇതുമൂലം സ്കൂളുകളും പൊതു ഇടങ്ങളും കലയ്ക്കെതിരെ, പ്രത്യേകിച്ച് വംശം, ലിംഗഭേദം, ലൈംഗികത എന്നിവ കൈകാര്യം ചെയ്യുന്ന കൃതികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രവണത പല കലാകാരന്മാരെയും അജ്ഞാതവാസത്തിലേക്കോ സ്വയം സെൻസർഷിപ്പിലേക്കോ തള്ളിവിടുന്നു. രാഷ്ട്രീയ പ്രാധാന്യമുള്ളതോ സാമൂഹിക പരിവർത്തനപരമോ ആയ സൃഷ്ടികൾ അരികുവലിക്കപ്പെടുന്നു. പൊതുസംവാദങ്ങളെയും കലാസ്ഥാപനങ്ങളെയും അങ്ങനെ നിശബ്ദമാക്കിയാണ് ലക്ഷ്യം. ഒടുവിൽ ദൃശ്യകലകൾക്ക് പ്രകോപിപ്പിക്കാനോ പ്രതിഷേധിക്കാനോ നിർദ്ദേശിക്കാനോ ഉള്ള ശക്തി നഷ്ടപ്പെടുന്നു. വേണ്ടത് ജാഗ്രത. ദൃശ്യകലയുടെ നിലനിൽപ്പും പുരോഗതിയും അതിൻ്റെ പ്രതിരോധശേഷിയെ ആശ്രയിച്ചിരിക്കുന്നു. നിർഭയ ശബ്ദമായി കല തുടരണമെങ്കിൽ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. സർഗസൃഷ്ടിയിൽ സുസ്ഥിര രീതികൾ ശീലമാക്കണം. എല്ലാറ്റിനും ഉപരിയായി കലയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടാൻ നിതാന്ത ജാഗ്രത പുലർത്തണം. കഴിഞ്ഞ മാസങ്ങളിൽ യൂറോപ്പിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് നേരിൽ കാണാനും മനസ്സിലാക്കാനും സാധിച്ച സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. ലോകമെമ്പാടും കലാരംഗത്ത് ഉടലെടുക്കുന്ന അനിശ്ചിതത്വവും അരക്ഷിതാവസ്ഥയും ഗൗരവപൂർവ്വം കണക്കിലെടുക്കുക എന്നത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വമാണ്. ഭരണകൂടങ്ങൾക്ക് പോലും പരിഹരിക്കാനാവാത്ത വിധത്തിലാണ് ഇത്തരം പ്രതിസന്ധികൾ പലപ്പോഴും വളരുന്നത്. പ്രാദേശികമായി തന്നെ അവബോധം സൃഷ്ടിക്കുന്നതും പ്രതിവിധികൾ കണ്ടെത്തുന്നതിനും കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ മുൻകൈ എടുക്കണം. ഗാന്ധിജി, അംബേദ്കർ, ശ്രീനാരായണ ഗുരു തുടങ്ങിയ നവോത്ഥാന നായകരിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് മുന്നേറാൻ വരും തലമുറയെ പ്രാപ്തരാക്കുക എന്നതും നമ്മുടെ കർത്തവ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. Thank you, Sajida, for that elaborate note.
എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇതിൽ ചർച്ച തുടങ്ങാൻ പറ്റിയ കുറേ കാര്യങ്ങൾ സജിത മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന്, ഈ നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് നമ്മളെ കൺസ്യൂമേഴ്സ് മാത്രമാക്കുകയും സോഷ്യൽ മീഡിയയുടെ കൺസ്യൂമേഴ്സ് മാത്രമാക്കുകയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ ഒരു തൊഴിൽ പോലെ കാണാൻ ചെറുപ്പക്കാരെ പ്രേരിപ്പിക്കും വിധം യൂട്യൂബ് വീഡിയോ വ്ളോഗിങ്ങും ഒക്കെ ചെയ്ത് മനുഷ്യരെ മുഴുവനും എന്താ പറയുക, ഒരു ധനാർജനത്തിനുള്ള ഒരു വഴി മാത്രമായിട്ട് സോഷ്യൽ മീഡിയയെ പാസീവായിട്ട് കാണാൻ തോന്നിപ്പിക്കുന്ന ഒരു കാലത്ത് നമ്മൾ കലാകാരന്മാരും കലാകാരികളും ഇതേ സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിക്കുന്ന സീൻ നമ്മൾ കാണുന്നുണ്ട്. പലതും അത്യന്തം ഒരു തരത്തിലുള്ള ആവിഷ്കാരത്തിനും ഫിസിക്കലായിട്ടുള്ള ഒരു കലാപ്രവർത്തനവും സാധ്യമല്ലാത്ത രാജ്യങ്ങളിലെ ആളുകളാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയെ വളരെ റാഡിക്കലായിട്ട് ഉപയോഗിക്കുന്ന കാണുക. ഒന്ന്, എൻ്റെ തന്നെ ഒരു സുഹൃത്ത് ലിന സ്റ്റേൺ എന്ന് പറഞ്ഞിട്ട് ഉക്രൈനിലാണുള്ളത്. ഉക്രൈനിൽ അവർ യുദ്ധം തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ തുടങ്ങി അവർ വാർ ജേണൽ എഴുതുകയാണ്. ഫേസ്ബുക്ക് നോട്ടുകളായിട്ട് അസീമിക്, അതായത് വിഷ്വൽ പോയറ്റാണ് അവർ ധാരാളം വിഷ്വൽ പോയട്രി ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഉക്രൈനിൽ നിന്ന് ന്യൂസ് കേൾക്കുന്നുണ്ട്, അവിടെ ബോംബ് വീണു, അവിടെ മിസൈൽ വീണു, അവിടെ ഡ്രോൺ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ നോട്ടുകളിൽ നിന്ന് ആണ് എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത്. ഈ ഒരു പവർ ഫെയിലിയർ എങ്ങനെയാണ് ഈ അതിഭീകരമായ തണുപ്പുള്ളൊരു രാജ്യത്ത് പവർ ഫെയിലിയർ മാത്രം മതി ഒരു ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല്ലാനായിട്ട്. എന്നാൽ ഇതേ പവർ ഫെയിലിയർ തന്നെ മതി അവരുടെ ഒരു ഷോപ്പിംഗ് മാളിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൂട്ടമായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മളുടെ ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ജീവിതം എന്നൊരു തോന്നലിൽ നമ്മൾ കിടന്ന് കൂവിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവരുടെ ജേണലുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഈ കറണ്ട് പോകുന്ന സമയത്ത് എല്ലാവരും സ്റ്റക്കായി നിന്നു, അവിടെ തന്നെ നിന്നു. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഉള്ള ബാറ്ററി ഉള്ളവർ ഇല്ലാത്തവർക്കും കൂടി കണ്ണ് കാണിച്ചു കൊടുത്ത് എല്ലാവരും സഡൻലി ഒരു സെൽഫ് ഗവേണിംഗ് ബോഡിയായിട്ട് ഈ അനാർക്കിക് ആകാവുന്ന ഒരു സമൂഹം മാറുകയാണ്. അപ്പം ഇതിൻ്റെ വേറൊരു പുറം നമ്മൾ കണ്ടതാ നമ്മുടെ ഫ്ലഡിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ നമ്മളുടെ കോവിഡിൻ്റെ കാലത്ത് ഒക്കെ, ലോക്ക്ഡൗണിൻ്റെ കാലത്ത് ഒക്കെ നമ്മൾ പെട്ടെന്ന് അലർട്ടാവുകയും നേരത്തെ സജിത പറഞ്ഞ പോലെ ഒരു ജാഗ്രത ഉണ്ടാവുകയും. ഈ ജാഗ്രത ഒരു വലിയ കലയാണ്. എനിക്ക് പലപ്പോഴും അത് ഉള്ളതാണ് സജിത സൂചിപ്പിച്ച കാര്യം. ഒരു പക്ഷേ അതിനകത്ത് വ്യക്തിപരം മാത്രമായ ഒരു അച്ചീവ്മെൻ്റ് അല്ല കല, മറിച്ച് അത് സാമൂഹികമായിട്ടുള്ളൊരു തിരിച്ചറിവിൽ നിന്ന് നമ്മുടെ തന്നെ ഒരു ആത്മീയമായിട്ടുള്ളൊരു ഉണർച്ചയിലേക്ക് വരികയാണ്. അവിടെ വെച്ചിട്ട് ഈ ലോകവും ഈ മനുഷ്യരും ഈ പ്രകൃതിയും ഈ പക്ഷികളും ഒന്നുമില്ലെങ്കിൽ ഞാനില്ല എന്നൊരു തോന്നൽ, ഈ തോന്നുന്നതിൻ്റെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് ശില്പവും ചിത്രവുമായിട്ട് മാത്രമല്ല കാണിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ അത്ഭുതമായിട്ടല്ല വരിക. അത് മറ്റൊരു ജീവിത പദ്ധതിയാണ്, അതൊരു മറ്റൊരു ആത്മീയതയാണ്. ഒരു പക്ഷേ എനിക്ക് ഇപ്പുറത്തിരിക്കുന്ന മധുവിനോട് ചോദിക്കാനുള്ളത്, മധു റീസെൻ്റ്ലി ധാരാളം നാരായണ ഗുരുവിനെ കേന്ദ്രമാക്കിയിട്ട് പ്രമേയമായിട്ടും ഒക്കെ കുറേ വർക്കുകൾ ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പരിസരവും അത് വരുന്ന ഒരു തരം രാഷ്ട്രീയവുമുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മധുവിൻ്റെ ഇപ്പോഴത്തെ വർക്കുകൾ. ഹലോ, ഈ ചിത്രകലയുടെ പുതുവഴികൾ എല്ലാ കലാകാരന്മാരും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള പുതിയ വഴി കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇത് ടെക്നോളജിക്കൽ ഇതിന് ഉപയോഗിക്കപ്പെടുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ, ഏകദേശം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ തന്നെ വാസ്തവത്തിൽ കലയിൽ അതായത് റെറ്റിനൽ പെയിൻറ്റിങ്ങിൽ നിന്ന്, ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ പരിചരണത്തിൽ നിന്ന് മാറിയിട്ടുള്ള കുറേ കൂടെ വിശാലമായിട്ടുള്ള ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിരുന്നു. ഏകദേശം 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങൾ പിക്കാസോയുടെയൊക്കെ പല ചിത്രങ്ങളും കാണാൻ കഴിയും അങ്ങനെ ആ രീതിയിൽ. കാരണം ഈ ക്യൂബിസ്റ്റ് ചിത്രങ്ങളാണെങ്കിൽ കൂടി അദ്ദേഹം പല ന്യൂസ് പേപ്പറുകളൊക്കെ ഒട്ടിക്കുക, അല്ലെങ്കിൽ ഫൗണ്ട് ഓബ്ജക്റ്റുകൾ സ്കൾപ്ചറിൽ ഒക്കെ സന്നിവേശിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിക്കാസോയൊക്കെ തുടങ്ങി വച്ചിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരു വലിയൊരു പരിസമാപ്തി പോലെ വളരെയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് കുറേ കൂടെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു ഇതിലേക്ക് മാറുന്നത്
ഈ ന്യൂ മീഡിയ ആർട്ട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കലയിലുള്ള വലിയൊരു വിച്ഛേദം സംഭവിക്കുന്നത് ഈ നമ്മൾ പറയുന്ന ഈ റെറ്റിനൽ പെയിൻറ്റിങ്ങിൻ്റെ, അതായത് ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു 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 ഹിസ്റ്ററി ഉണ്ട് അതിന്. കാരണം ഒരുപാട് നൂറ്റാണ്ടുകളുടെ പരിചയവും ഇതുമൊക്കെ ഉണ്ട്. കാരണം പല ആർട്ടിസ്റ്റുകൾ ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വലിയൊരു മഹത്തായ ഹിസ്റ്ററി ഓയിൽ പെയിൻറ്റിങ്ങിനുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തും ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വർത്തമാനഘട്ടത്തിലുമൊക്കെ പല രൂപത്തിലുള്ള ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ടെക്നോളജിക്കൽ ബേസായിട്ടുള്ള വർക്കുകളാണ് കൂടുതലും വാസ്തവത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ബിനാലകളിലും ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോയി കാണുകയാണെങ്കിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത്. കാരണം ചിത്രകലയുടെ വഴികൾ എന്ന് പറഞ്ഞാൽ, പുതുവഴികൾ എന്ന് പറഞ്ഞാൽ അതാണ് സംഭവിക്കുന്നത്. അതാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഏർപ്പെടുന്ന പല കാര്യങ്ങളിലും ഉപകരിക്കുന്നുണ്ടെങ്കിലും നമുക്കത് അറിയില്ലെങ്കിൽ കൂടി നമ്മളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ചാഞ്ഞു വരുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് അത് ഇടപെടുന്നുണ്ട്. ന്യൂ മീഡിയ ആർട്ടിൻ്റെയും കൺസെപ്ഷൽ ആർട്ടിൻ്റെയൊക്കെ ഒരുപാട് വലിയ ലോകം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ എൻ്റെ കലാപ്രവർത്തനത്തിലൂടെ ഞാൻ കണ്ടെത്തിയ വലിയൊരു സ്ട്രോങ് മീഡിയമായിരുന്നു വീഡിയോ ആർട്ട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. വാസ്തവത്തിൽ വീഡിയോ ആർട്ടിൻ്റെ അതിൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ അത് നീളുന്നത് 1960s അത് ഉണ്ടായി വരുന്നത്. അതായത് ജൂനാം പൈക്ക് എന്ന് പറയുന്ന ഒരു സൗത്ത് കൊറിയൻ ആർട്ടിസ്റ്റാണ് ആദ്യമായിട്ടൊരു വീഡിയോ ആർട്ട് അവതരിപ്പിക്കുന്നത്. അയാളൊരു സൗത്ത് കൊറിയൻ ആണെങ്കിൽ പോലും അയാൾ പഠിച്ചതും ഒക്കെ ജപ്പാനിലും ജർമ്മനിയിലും ഒക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു വലിയൊരു ഇൻ്റർനാഷണൽ ഇതിൻ്റെ ലോകത്തിലേക്ക് അയാൾ ചെറുപ്പകാലത്ത് തന്നെ ആനയിക്കപ്പെടുകയും എന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിലുള്ള വളരെ ഇതായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള പലതും അയാൾ കടമെടുത്തിട്ട് കൂടെയാണ് വാസ്തവത്തിൽ അയാളുടെ വർക്കുകളൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾ തുടങ്ങുന്ന വീഡിയോ ആർട്ട് വാസ്തവത്തിൽ ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണെങ്കിൽ കൂടി ന്യൂയോർക്കിലാണ് അത് നടക്കുന്നത്. ന്യൂയോർക്കിലെ പോൾ ആറാമൻ്റെ ഒരു ഘോഷയാത്രയിൽ, അതായത് പോപ്പ് ആറാമൻ്റെ ഒരു ഘോഷയാത്ര ചിത്രീകരിച്ചാണ് ആദ്യം വീഡിയോ ആർട്ട് തുടങ്ങുന്നത്. അപ്പോൾ അത്രയധികം ഒട്ടും തന്നെ വളരെ പ്രകോപനപരമോ ഒന്നും അല്ലാത്തൊരു മീഡിയമായിട്ടാണ് അത് ഉണ്ടാകുന്നതെങ്കിൽ കൂടി പിന്നീട് അത് വളർന്ന് ലോകത്തിലുള്ള പല സംഘർഷങ്ങളെയും പല കാര്യങ്ങളെയൊക്കെ വെളിവാക്കാനും ആർട്ടിസ്റ്റുകൾക്ക് വളരെയധികം സാധ്യതകളുള്ള വലിയൊരു ലോകം അത് തുറന്നു തന്നിരുന്നു. ഈ ഇന്ത്യയെ സംബന്ധിച്ചും അത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു മീഡിയമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ലോകത്തിലെ പല ഭാഗങ്ങളിലും ഈ വീഡിയോ ആർട്ടിൻ്റെ വളരെയധികം ശക്തമായിട്ടുള്ള പ്രതിനിധാനങ്ങൾ, അതായത് ശക്തമായിട്ടുള്ള വർക്കുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സജിത നേരത്തെ സൂചിപ്പിച്ച ഐ വൈവേ എന്ന ആർട്ടിസ്റ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇത് വളരെ വ്യക്തമാകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അയാൾ ചൈനീസ് ഭരണകൂടത്തിനെതിരായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അയാളുടെ വർക്കിൽ എല്ലാത്തിലും കാണാൻ കഴിയും നമുക്ക്. ചൈനീസ് ഭരണകൂടമാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകളുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു എയിം. അതിനെ വിമർശിച്ചുകൊണ്ടും അതിനെ പിന്തള്ളിക്കൊണ്ടുമാണ് അയാളുടെ എല്ലാ വർക്കുകളും എന്ന് വേണേൽ പറയാം. ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ വർക്കുകളിലും അതിൻ്റെ അംശങ്ങൾ കാണാൻ കഴിയും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഈ ഐ വൈവിയുടെ അച്ഛൻ ചൈനയിലെ ഏറ്റവും വലിയ കവിയായിരുന്നു, വിപ്ലവ കവിയായിരുന്നു. അയാളെ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ കാലത്ത്, അന്ന് മാവോസേതുങ്ങാണ് ജീവിച്ചിരുന്നത്. അപ്പം മാവോസേതുങ് ജീവിച്ചിരുന്ന കാലമാണ്. അപ്പോൾ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ കാലത്ത് ഇയാളെ ജയിലിലടയ്ക്കുകയും ഇയാളെ മൂത്രപ്പുര വൃത്തിയാക്കുന്ന ജോലികളിൽ ഏർപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ പഴയൊരു ഹിസ്റ്ററിയാണിത്. മാസത്തിൽ ഇതിനെ അനുബന്ധമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഐവയുടെ ജീവചരിത്രം ഒക്കെ വിവരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോൾ ഇന്ന് മാർക്കറ്റിലൊക്കെ ലഭ്യമാണ്. മാത്രമല്ല ഐവൈ തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ പറയുന്നത് ഐവൈ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിരുന്നത്, അച്ഛനെ കാണുമ്പോൾ ഞാൻ ആദ്യം എനിക്ക് സ്മെല്ലാണ് ഉണ്ടാകുക, മൂത്രത്തിൻ്റെ സ്മെല്ലാണ് ഉണ്ടാകുക. അതായത് ഈ ലേബർ ക്യാമ്പുകളിൽ സന്ദർശിക്കുമ്പോഴൊക്കെ അച്ഛൻ വരുമ്പോൾ മൂത്രത്തിൻ്റെ മണമാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഇതിനോടുള്ളൊരു റിവോൾട്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഇത്.
അപ്പോൾ ഇതെല്ലാം ഈ കലയിലെല്ലാം. അപ്പം ഈ കലയെ തന്നെ അയാൾ മാറ്റിയെടുക്കാനായിട്ട് ആദ്യം അദ്ദേഹം ഉപയോഗിച്ച മാധ്യമം വീഡിയോ ആർട്ടായിരുന്നു. വീഡിയോ ആർട്ടും കൺസെപ്റ്റ് ആർട്ടിൻ്റെയും പല മാധ്യമങ്ങളുമായിരുന്നു ഐവൈ ഉപയോഗിച്ചിരുന്നത്. കാരണം നവമാധ്യമങ്ങൾക്ക് അങ്ങനെ വളരെയധികം ശക്തിയുണ്ട്. മറ്റേ ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ പരിസരങ്ങൾക്ക് വളരെയധികം പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ ആ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ടിഷ്യാനെ പോലുള്ളവരുമൊക്കെ വലിയ മഹത്തരമായ പെയിൻറ്റിങ്ങുകൾ ഉണ്ടാക്കിയതെന്നുള്ള ഒരു കാര്യം മറക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും അതിനേക്കാളിലൊക്കെ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളതും അല്ലെങ്കിൽ വർത്തമാനകാലത്തിൻ്റെ സംഘർഷാവസ്ഥകളെയൊക്കെ ചിത്രീകരിക്കാൻ പറ്റിയ ഒരു വലിയ മീഡിയമായിട്ട് വാസ്തവത്തിൽ 20-ാം നൂറ്റാണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മാധ്യമമാണ് വാസ്തവത്തിൽ വീഡിയോ ആർട്ട്. അത് നമ്മളുടെ നാട്ടിൽ വളരെയധികം ഉന്നതി പ്രാപിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന് ഡിവോട്ടഡായിട്ട്, അതായത് ജീവിതം മുഴുവൻ അതിൻ്റെ അകത്ത് പരിശ്രമിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ വളരെയധികം വർക്കുകൾ വാസ്തവത്തിൽ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ബിനാലയ്ക്കൊക്കെ പോയാൽ കാണാൻ കഴിയും. ഇപ്പോൾ അതിലെ ഒരാളുടെ ഒരു വർക്ക് വെച്ചിട്ട് ഞാൻ അടുത്ത കാലത്ത് കണ്ടതാണ്. കഴിഞ്ഞ വെനീസ് ബിനാലയുടെ സമയത്ത് ഞാൻ കണ്ടൊരു വർക്കാണത്. അത് എന്നെ വളരെയധികം ഇപ്പോഴും വളരെയധികം വശീകരിക്കുന്ന, വളരെയധികം എന്നോട് അടുത്ത് സംസാരിക്കുന്ന ഒരു വർക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. അത് വളരെയധികം ഗംഭീരമായൊരു വർക്കാണത്. അതിൻ്റെ പേര് ഹ്യൂമൻ മാസ്ക് എന്നാണ്. അതൊരു 14 മിനിറ്റുള്ള ഒരു സിനിമയായിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷേ അതൊരു വീഡിയോ ആർട്ടാണ്. വീഡിയോ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ സാധാരണ ആക്ച്വൽ ഫുട്ടേജിൽ തന്നെ ഒരുപാട് വർക്ക് ചെയ്തെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിലുണ്ട്. അപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് പിയർ ഹ്യൂഗ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് കലാകാരനാണ്. അയാൾ വളരെയധികം പ്രസിദ്ധിയുള്ള, വിദേശത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ കാലത്തെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു വീഡിയോ ആർട്ടിസ്റ്റും ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആർട്ടിസ്റ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അയാളുടെ വർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിലെ സുനാമിയും ഭൂകമ്പവും ഒക്കെ നടന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് ആ സ്ഥലത്ത് വെച്ച് ചിത്രീകരിച്ച ഒരു സിനിമയാണിത്. അപ്പോൾ അതിൽ ഒരു ക്യാൻറ്റീൻ മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്, ഈ സിനിമയിലുള്ളത്. ഈ സിനിമ ജപ്പാനിൽ ഈ റെസ്റ്റോറൻറ്റുകളിൽ ഈ ആൾക്കുരങ്ങുകളെ വെച്ച് സെർവ് ചെയ്യിപ്പിക്കുമായിരുന്നു. ഈ ഭക്ഷണം ഒക്കെ കൊണ്ടു കൊടുക്കുന്നതൊക്കെ ആൾക്കുരങ്ങുകൾ വെച്ചായിരുന്നു. സിംഹവാലൻ കുരങ്ങുകളെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിലെ ഒരു കുരങ്ങനെ വെച്ചിട്ടാണ് ഈ സിനിമ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഭൂകമ്പം കഴിഞ്ഞതിന് ശേഷം, അതായത് സുനാമിയും ആണവ നിലയങ്ങൾ തകർന്നിട്ട് വന്നിട്ടുള്ള ഇതൊക്കെ കൊണ്ടുള്ള റേഡിയേഷനൊക്കെ വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തകർന്ന കെട്ടിടങ്ങളും എല്ലാമാണ്. ഇപ്പോൾ ഈ ക്യാൻറ്റീൻ പരിപൂർണമായിട്ടും തകർന്നിട്ടുണ്ടെങ്കിൽ കൂടി അതിൽ ഫ്രിഡ്ജും മറ്റേ ബാറും ഒക്കെ ഭാഗികമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ സിനിമയിൽ. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ കുരങ്ങൻ ഈ ആഘാതങ്ങളൊന്നും അറിയാതെ അയാളുടെ അയാൾ ഈ ക്യാൻറ്റീനിൽ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് അയാൾ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ ഈ സിനിമയിൽ ഈ ആൾക്കുരങ്ങ് ഒരു മാസ്ക് വെച്ചിട്ടുണ്ട്. അത് ജപ്പാനിലെ നോ മാസ്കിൻ്റെ ഇതുള്ള ചായയുള്ളൊരു മാസ്കാണ്. അപ്പോൾ ഈ മാസ്ക് ധരിച്ചിട്ട് ഈ ആൾക്കുരങ്ങ് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഈ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന പോലെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ആംഗ്യങ്ങളിലൂടെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ സിനിമ. പക്ഷേ ഇതിൽ പിയർ ഹ്യൂഗ് ഇതിൻ്റെ അകത്ത് എല്ലാ ചിഹ്നങ്ങളും, അതായത് ഈ ആഘാതത്തിൻ്റെയും മനുഷ്യക്കുരുതിയുടെയും എല്ലാം വലിയൊരു വ്യവസ്ഥ ഈ സിനിമയിലേക്ക്, ഈ ചെറിയ സിനിമയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള വർക്കുകൾ നമ്മളുടെ നാട്ടിൽ വളരെ ലഭ്യമാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ അതൊക്കെ ഇപ്പോഴും ഇത് വീഡിയോ ആയിട്ട് ആരംഭഘട്ടത്തിലാണ്. ഇപ്പോഴും വലിയൊരു ഇതിലേക്ക് അത് മാറിക്കഴിഞ്ഞിട്ടില്ല. പക്ഷേ ബിനാലയിലുണ്ടായിരുന്നു. ബിനാലയിലെ മിക്കവാറും ശ്രദ്ധേയമായ വർക്കുകൾ മുഴുവൻ പുറത്തുനിന്ന് വന്നതാണ്, യൂറോപ്പിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഇതിന് വിരുദ്ധമായിട്ട് ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ നമ്മുടെ ഇതിന് ഷാർജ ബിനാലയിൽ ഞാൻ പോയിരുന്നു ഈ പ്രാവശ്യത്തെ, ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളത്. അപ്പോൾ അതിൽ 4 സ്ത്രീകളായിരുന്നു, 4 പെൺകുട്ടികളാണ്
അത് ക്യൂറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ബിനാലയിൽ ഞാൻ കണ്ടിട്ടുള്ള ഇന്ന് വരെ കണ്ടിട്ടുള്ള ബിനാലകളിൽ വെച്ച് ഏറ്റവും മികച്ചതെന്ന് പറയാവുന്ന ഒരു ബിനാലയായിരുന്നു അത്. കാരണം അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അവരെഴുതിയ നോട്ടുകളും ക്യൂറേറ്റോറിയൽ നോട്ടുകളൊക്കെ വായിച്ചതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ ആ ബിനാലയ്ക്ക് വളരെയധികം പ്രസക്തിയുണ്ട് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇതിൽ ഒരൊറ്റ യൂറോപ്യൻ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടേതായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന, ഏഷ്യൻ രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഷാർജയുടെ സമീപഭാഗത്തുള്ള രാജ്യങ്ങളിലെയും ഷാർജയിലെയും പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന വർക്കുകളായിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നത്. അത്രയധികം അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്ന വർക്കുകളായിരുന്നു. അപ്പോൾ അത് മുഴുവൻ അവരുണ്ടാക്കിയെടുത്തത്, അതിലെ ഭൂരിഭാഗം വർക്കുകളും 50% വർക്കുകളും വീഡിയോ ആർട്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട് നമുക്കങ്ങനെ ആ ഭാഗത്തിലേക്ക് ചിന്തിച്ചുകൂടാ എന്നൊരു അന്വേഷണത്തിലേക്ക് നമുക്ക് പോയിക്കൂടാ എന്നൊരു ആലോചന കൂടെ എനിക്കുണ്ട്. അതിൻ്റെ മറുപടി മിക്കവാറും നമ്മുടെ ലളിതകലാ അക്കാദമി ചെയർമാൻ പറയും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അല്ല, ഇപ്പോൾ വീഡിയോ ആർട്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ലെൻസ് ബേസ്ഡ് പ്രാക്ടീസസ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. ഒരു ലെൻസ് ബേസ്ഡ് പ്രാക്ടീസസിൻ്റെ കാലമാണ്. അവിടെ വീഡിയോയും ഫിലിമും എക്സ്റ്റെൻഡ്, നേരത്തെ പറഞ്ഞ മാതിരി 16,000 മണിക്കൂർ നീളുന്ന സിനിമയും കാണും, 6 മിനിറ്റിൻ്റെ ഫിലിമും കാണും. പിന്നെ അതുപോലെ ഫോട്ടോഗ്രാഫിയും ലെൻസ് ബേസ്ഡ് പ്രാക്ടീസാണ്. ഇതെല്ലാം ചേർന്നൊരു വലിയ ഒരു മീഡിയമിസ്റ്റിക് റെവല്യൂഷൻ്റെ കാലത്ത് കൂടിയായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനോട് കൂട്ടി ഞാനൊന്ന് വായിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള പുതിയ മീഡിയങ്ങൾ, ന്യൂ മീഡിയങ്ങളും ഒരുപോലെ അതിൻ്റേതായ ധർമ്മം ചെയ്യുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയകൾ സത്യത്തിൽ മീഡിയമിസ്റ്റിക് ആയിട്ടുള്ള ഹൈ ആർട്ടിൻ്റെ ഒരു സ്ഥലമേ അല്ല. പക്ഷേ അത് നമുക്ക് തരുന്ന സാമൂഹിക ജീവിതം എന്ന് പറയുന്നത് ഗംഭീരമാണ്. ഇതുപോലെ ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ തെളിവ് നമുക്ക് പലപ്പോഴും ഹൈ ആർട്ട് പ്രാക്ടീസസിൽ കിട്ടാറില്ല. പെയിൻറ്റിങ്ങിലും സ്കൾപ്ചറിലും ഒക്കെ അതൊക്കെ കാണിക്കുന്ന സ്ഥലങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ചെയ്ത വർക്കുകളിൽ കാണാറില്ല. പക്ഷേ ഇതേ പെയിൻറ്റിങ്ങും സ്കൾപ്ചറും ഒക്കെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് അല്ലാതെ, ഇപ്പോൾ നേരത്തെ മധു അത് പറഞ്ഞത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം 4 സ്ത്രീകൾ ക്യൂറേറ്റ് ചെയ്ത ഷാർജ ബിനാലെ, അത് എങ്ങനെയാണ് യൂറോപ്യൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ഒഴിവാക്കിയത്. അത് മനഃപൂർവ്വം അവർ ഒഴിവാക്കുന്നതുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കലയ്ക്ക് എപ്പോഴും അത് ഉണ്ടാകുന്ന ഭൂമിശാസ്ത്രപരതയ്ക്കകത്ത് പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു പക്ഷെ ഒരു വലിയ അന്തർദേശീയ കാര്യങ്ങളും പറയാൻ സാധിച്ചേക്കില്ല. കാരണം എല്ലാ അന്തർദേശീയതയ്ക്കും, നേരത്തെ ഞാൻ പറഞ്ഞ ലീന സ്റ്റേൻ്റെ ഉദാഹരണം പോലെ, വീടിനകത്തിരുന്ന് കയ്യിലെ മൊബൈലിൽ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ ഇരുന്ന് തരുന്ന ജേർണലിൻ്റെ എന്താ മീഡിയം എന്നൊന്നും അത് ചോദിക്കാൻ പറ്റില്ല. അവർ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ മീഡിയമായിട്ടാണ് ഞാൻ കരുതിയത്. അപ്പം അതുപോലെ ഈ സ്ത്രീകൾ അവരുടെ ജീവിതത്തിൻ്റെ ഈ എൻഡിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ധൈര്യമൊക്കെ അവർക്ക് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി പാട്രിയാർക്കി ചെയ്തു വെച്ച ഫോർമാറ്റിൽ തന്നെ നമ്മൾ ആ ഫോർമാറ്റ് അനുകരിച്ചുകൊണ്ട് ഒരു പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ ഇതുവരെ ബിനാലിൽ നടന്ന സ്ത്രീകൾ ക്യൂറേറ്റ് ചെയ്ത ഷോകളിലും ചെറിയ സ്ലൈറ്റ് വേരിയേഷൻസ് ഒക്കെ നമുക്ക് കാണാമെങ്കിലും അതിഭീകരമായ അത്ഭുതകരമായ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കണ്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു വിമർശനമാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഈ ഒരു കാലത്തെ, പുതിയ കാലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിൻ്റെ അകത്ത് സാധ്യമാകാവുന്ന വിപ്ലവ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ മുരളി ചെരുവത്തിന് കൈമാറണം. താങ്ക് യു. ഇപ്പോൾ ഷാർജ ബിനാലെ കുറിച്ച് സംസാരിച്ചപ്പോൾ അത് വളരെ നല്ലൊരു പോയിൻ്റായിട്ടാണ് തോന്നിയത്. പക്ഷെ അവിടെയും ഞാൻ കണ്ട ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ക്യൂറേറ്റഡ് കാറ്റഗറിയിൽ വന്നിട്ടുള്ള വർക്കുകൾ ഒന്നാംകിട രാജ്യങ്ങളിൽ നിന്ന് ആർട്ടിസ്റ്റുകൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വളരെ അൺഡെവലപ്ഡ് ആയിട്ടുള്ള, അതായത് പപ്പുവ ഗുനിയ, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലേഷ്യ, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്തോനേഷ്യ എന്നിടങ്ങളിലൊക്കെ പോയി അവിടുത്തെ സ്ത്രീകളെയൊക്കെ ഒരുമിച്ച് ചേർത്ത് വർഷങ്ങളായിട്ട് ജർമ്മനിയിലും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ കൺട്രികളിലും നിലനിന്നിരുന്ന എംബ്രോയിഡറിയുടെ ഒരു റീഇൻവെൻഷൻ അവിടെ നടത്തിയിട്ടുള്ളത്.
അതിനോട് ഞാൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മച്ച് ഈസിയർ. കാരണം ലേബേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയും അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഓർമ്മയുണ്ടായിരിക്കും മധുന, ആ ഒരു പ്രത്യേക വർക്ക് എംബ്രോയിഡറി കുറേ ചെയ്തിട്ട് ആ സ്ത്രീകളെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീകൾ ജോലിയില്ലാതിരിക്കുന്ന സ്ത്രീകളെ നമ്മൾ ജോലി ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെയാണ്. അതിനോടൊന്നും എനിക്ക് തീരെ യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്നിരുന്നാലും മധു പറഞ്ഞ പോലെ വളരെ വൃത്തിക്ക് നല്ല രീതിയിൽ കൺസെപ്ച്വലി വളരെ റിച്ച് ആയിട്ടുള്ള തലത്തിൽ നിന്ന് അതും ഒരു ഹിസ്റ്റോറിസിറ്റി എന്ന രീതിയിൽ അത് അന്വേഷണങ്ങൾ വളരെ പ്രഗത്ഭമായ രീതിയിൽ ക്യൂറേറ്റ് ചെയ്ത വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള അതിൽ നമ്മുടെ ജിൻജിൻവാലയൊക്കെ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ നിന്നുള്ളൊരു ക്യൂറേറ്ററും ഉണ്ടായിരുന്നു. വളരെ പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു എന്ന് പറയാം. ഈ നമ്മളുടെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ പൊതുരൂപങ്ങളോടുള്ള മലയാളിയുടെ ഒരു മാനസികാവസ്ഥ വളരെ എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും കഴിഞ്ഞ 3 വർഷം നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിമർശനം എന്ന് പറയുന്നത്, ഞാൻ വളരെ പ്രഗത്ഭരായിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ ഇരിക്കുന്ന സമയത്ത് ചായ കുടിച്ചിട്ട് കപ്പ് വെച്ചപ്പോഴത് പൊട്ടിപ്പോയപ്പോൾ അക്കാഡമിയുടെയും ബിയനാലയുടെയും വർക്കായി എന്ന് പറയുന്ന മാനസികാവസ്ഥ. അതായത് ആ പൊട്ടി വീണ് ചിതറിക്കെടുക്കുന്നതാണ് കല എന്ന് പറയുന്നൊരവസ്ഥ. പക്ഷേ ശരിക്കും ഈ ഇത്തരത്തിലുള്ള ഒരു പ്രതിഫലനം മലയാളി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു എന്നുള്ളൂ, ഉണ്ടെന്നുള്ളത് വളരെ സത്യമാണ്. ഈ കലയുടെ പുതുരൂപങ്ങളെന്ന് പറയുമ്പോൾ നമ്മളറിയാത്ത കുറേ സാധനങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് യൂനിക്കോ ഷോണിബറിൻ്റെ ഒരു എക്സിബിഷൻ നടന്നത് ഈ ആഫ്രിക്കൻ സ്റ്റഡീസിനെ കുറിച്ചിട്ടുള്ള ആഫ്രിക്കൻ ആർക്കൈവൽസ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇത് ലോകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിൻ്റെ ഏറ്റവും നല്ല ഭാഗങ്ങൾ നമ്മൾ വായിക്കേണ്ടത് കലയിലൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ പല സംഭവങ്ങളും ഇപ്പോൾ ആഫ്രിക്കയെ തന്നെ ന്യൂ ഡിസ്പ്ലേ ഇൻ ന്യൂ ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഒരു പുതിയൊരു രീതി അവർ കൊണ്ടുവന്നതിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റഡീസാണ്. ആ സ്റ്റഡീസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആർട്ട് വർക്ക് അതിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സോഷ്യോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ആർട്ടിൻ്റെ തലത്തിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് പ്രവചിച്ച് പോകുന്ന നല്ലൊരു പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ് കലയിൽ നടക്കുന്നുണ്ട്. അത് കാണാതെ പോകരുതെന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ഏരിയ സമയത്തിൻ്റെ ഇതുകൊണ്ടാണ് കുറേ കൂടിയും കുറച്ചുകൂടിയും നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ആർട്ടിൻ്റെ ഒരു സാധ്യത മലയാളി സമൂഹം കാണാത്തത് വളരെ സങ്കടമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഇപ്പോൾ നമ്മളുടെ ശ്രീലങ്കയിൽ നടന്ന ഒരു പെർഫോമൻസ് ഫെസ്റ്റിവലിക്ക് എന്നോട് ആരും ആവശ്യപ്പെട്ടത് 2 മലയാളി വുമൺ ആർട്ടിസ്റ്റുകളെ വിട്ടുതരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ കുറേ ചകഞ്ഞു നോക്കിയപ്പോൾ ഇന്ന് കോളേജ് ഓഫ് ഫൈൻ ആർട്സുകളിൽ നടക്കുന്ന എക്സ്പീരിയൻറ്റ് പോലും മെയിൻ സ്ട്രീം അല്ലെങ്കിൽ പാരലൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള തലത്തിൽ കേരളത്തിൻ്റെ പ്രാക്ടീസസിലില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലൊക്കെ ഇപ്പോൾ തൃശ്ശൂരായാലും മറ്റു പല സ്ഥാപനങ്ങളിലായാലും കുട്ടികൾ മുൻകൈ എടുത്തിട്ട് പല ചെറിയ എക്സ്പെരിമെൻ്റൊക്കെ നടത്തുന്നത് വളരെ എന്താ പറയുക സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഓവറോൾ കേരളത്തിൻ്റെ ഒരു ഭൂമികയിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പ്രാക്ടീസസിൽ ഇപ്പോൾ പെർഫോമൻസസ് എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം. കാരണം ഇന്ന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പല മൂവ്മെൻറ്റുകളുടെയും ഒരു വിഷ്വൽ ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ ഈ എന്താ പറയുക നമ്മളുടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെ ഏറ്റവും ശക്തമായിട്ടുള്ള തലം എന്ന് പറയുന്നത് പെർഫോമൻസ് ആർട്ടാണ്. അത് നമ്മളിപ്പോൾ പുതിയ പാലസ്തീൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായാലും ശരി, നമ്മളുടെ ഈവൻ CA മൂവ്മെൻറ്റുകളുടെ ഭാഗമായിട്ട് നടന്ന എക്സ്പെരിമെൻറ്റ്സ് ആയാലും ശരി, പിന്നെ ലോകത്ത് തന്നെ പല തലങ്ങളിൽ നടക്കുന്ന മൂവ്മെൻറ്റുകൾ എടുത്താലും ശരി, അതിൻ്റെ മുൻപന്തിയിൽ പണ്ടത്തെ പ്ലക്കാർഡ് ഏന്തി മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിൽ നിന്ന് മാറി വളരെ പെർഫോമേറ്റീവായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ ഈ ക്യൂർ അതുപോലെ തന്നെ LGBT വുമൺ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ന്യൂയോർക്ക് സിറ്റിയിൽ നടന്നൊരു വളരെ പെർഫോമേറ്റീവായിട്ടുള്ള വെറും 60-70 സ്ത്രീകൾ മാത്രം പങ്കെടുത്ത ഒരു ഒന്നാം തരം എന്താ പറയുക പെർഫോമേറ്റീവായിട്ടുള്ള അവരുടെ ഒരു പ്രൊസഷൻ, അത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും. അത് നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും പവർഫുള്ളായിട്ട് സ്ത്രീകൾക്ക് ഒരു സോഷ്യലി നിലനിൽക്കാൻ കഴിയുന്ന ഒരു മോഡ് ഓഫ്
എക്സ്പ്രഷൻ അത് ക്രിയേറ്റ് ചെയ്തത് പെർഫോമൻസ് ആർട്ട് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒന്നായിട്ടാണ്. ഇത് പുതുരൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതോടുകൂടി അത് ഏത് രീതിയിലാണ് സോഷ്യൽ സ്ട്രക്ചറിലോട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു വീര്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് നടക്കാതെ പോകുന്നത് കേരളത്തിൽ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈവൻ ഛത്തീസ്ഗഡിലടക്കം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശരീരത്തിൽ കൽക്കരിക്കെതിരെ, അതായത് നമ്മളുടെ അദാനിയുടെ ചില ഇതിനെതിരെ അവർ പ്രതിരോധിക്കുകയാണ്. മൊത്തം കൽക്കരി അരച്ച് മേത്ത് തേച്ച് അവർ പെർഫോമേറ്റീവായിട്ടാണ് പ്രൊസഷൻ നീങ്ങുന്നത്. ഇതൊക്കെ സോഷ്യലി എത്രമാത്രം ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ശരിക്കും പറഞ്ഞാൽ. ഇത് പ്രത്യേകിച്ചും സ്ത്രീകൾ മുന്നോട്ട് വരാത്തത് ഒരു പോരായ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ പെർഫോമൻസ് ആർട്ടിലും വീഡിയോ ആർട്ടിലും ഒക്കെ ശരി വന്നു. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം നമ്മൾ ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ഞങ്ങൾ വന്നതിന് ശേഷം കോമ്പറ്റീഷനിൽ നമ്മൾ ന്യൂ മീഡിയ ഏർപ്പെടുത്തിയപ്പോൾ ഏതാണ്ട് 100-200ഓളം എൻട്രി നമുക്ക് കിട്ടി. കഴിഞ്ഞ വർഷം അത് 25% കുറഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റേഷൻ നമ്മൾ വെറും ക്യാൻവാസും പെയിൻറ്റിങ്ങും മാത്രമാണോ എന്നുള്ളതാണ്. ഇപ്പോൾ പീറ്റർ പാവ്ലോസ്കിയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒറ്റയാൻ വിപ്ലവമാണ്. നമ്മൾ ഈ വലിയൊരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക എജിറ്റേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് റഷ്യൻ സെക്രട്ടേറിയറ്റ് തീയിട്ടിട്ട് പ്രതിരോധിച്ചതെന്നുള്ള അതിൻ്റെ പേരിൽ കുറേ നാൾ ജയിലിലേക്ക് എടുക്കേണ്ടി വന്നു. അതേപോലെ തന്നെ അങ്ങേര് ഇതിൻ്റെ മുന്നിൽ പോലീസ് ഓഫീസിന് മുന്നിൽ, അതായത് റഷ്യൻ പോലീസ് സ്ഥാനത്ത് സ്വന്തം ടെസ്റ്റിക്കളിൽ ഒരു 6 ഇഞ്ച് നീളമുള്ള ആണിയടിച്ച് പ്രതിരോധിച്ച്. അന്നേരം ആംനസ്റ്റി ഇൻ്റർനാഷണലാണ് ആദ്യമായിട്ട് റഷ്യൻ ഗവൺമെൻറ്റിനെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ ഒരു കലാകാരനാണ്, അയാളുടെ പ്രതിഷേധം വളരെ ശക്തമാണ്, നിങ്ങൾ അദ്ദേഹത്തിന് വേദന ഏൽപ്പിക്കാതെ അയാളെ അവിടെ നിന്ന് റിമൂവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോഴേക്കും റഷ്യൻ പട്ടാളമൊക്കെ വന്ന് അയാളെ വളഞ്ഞ് ഭയങ്കര ഒരു സീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ തൊട്ട് പല ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനും അതിനെ പ്രതിരോധിക്കുന്നത്. ഒരു ദിവസമാണ് അങ്ങേരെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ റഷ്യൻ പട്ടാളം എടുത്തത്. ആ ഒരു ദിവസം എന്ന് പറയുന്നത് മൊത്തം ലോകം മുഴുവനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപ്ലവകാരിനെയാണ് ശരിക്കും പറഞ്ഞ്. ലോകം മുഴുവനും ഇതിൻ്റെ അല അടിക്കുകയാണ് ശരിക്കും പറഞ്ഞ്. അതേപോലെ തന്നെ ഒരു ദിവസം മുഴുവനും ഒരു ഏതാനും ദിവസങ്ങളോളം അയാൾ എന്താ പറയുക ചുണ്ട് തുന്നിക്കെട്ടിയിട്ട് പ്രതിരോധിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഒരു വലിയ പ്രതിഷേധം നടത്തിയത് ഒരു ചെവിട് മുറിച്ച് കളഞ്ഞിട്ട് അയാൾ പ്രതിഷേധിക്കുകയുണ്ടായി. ഇത്തരത്തിൽ വളരെ എക്സ്ട്രീമായിട്ടുള്ള സാധനങ്ങളാണ് ഈ പീറ്റർ പാവ്ലോസ്കി, പീറ്റർ എന്ന് പറയരുതെന്ന് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പിയോർ എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാലും പീറ്റർ എന്ന് പറയുന്നു എന്ന് മാത്രം. പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പലപ്പോഴും നമ്മളുടെ കൺവെർസേഷനിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ബോഡിയാണ് എൻ്റെ പൊളിറ്റിക്സ്. ആ ബോഡി എപ്പോഴും പബ്ലിക്കിൻ്റെ റിലേറ്റത്തിൽ ഞാൻ പ്ലേസ് ചെയ്യുന്നതാണ് പ്രതിരോധത്തിൻ്റെ ഏറ്റവും ശക്തം. ഇത്തരത്തിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ബോഡിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബോഡി എക്സ്പെരിമെൻറ്റേഷൻ മുന്നോട്ട് വയ്ക്കുന്ന തലങ്ങൾ സ്ത്രീകളുടെ പല പെർഫോമേഴ്സിനും ഇപ്പോൾ എന്താ പറയുക പുരുഷന്മാരുടെ എല്ലാവരുടെ ഇടയിലുണ്ട് ശരിക്കും പറഞ്ഞു. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട്. പുതുരൂപങ്ങൾ എന്ന് പറയുമ്പോൾ അത് ക്യാൻവാസും പെയിൻറ്റിങ്ങും മാത്രമല്ല, അല്ലെങ്കിൽ സ്കൾപ്ചറൽ മെറ്റീരിയലായിട്ടുള്ള ക്ലേസ് അത് മാത്രമല്ല, അതിൽ നിന്നൊക്കെ മാറി മുന്നോട്ട് ഒരുപാട് പോയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കേരള സമൂഹം എന്തുകൊണ്ടാണ് ഇപ്പോഴും പിന്തിരിഞ്ഞ്, ഞാനിതിനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പ്ലേസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം സമൂഹത്തിൽ ഇപ്പോൾ ലളിതകലാ അക്കാദമി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നിങ്ങൾ ഇത്രയും സ്പേസ് ന്യൂ മീഡിയ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് 2 ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യുന്ന ഒരു സ്കൾപ്ചറൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൂടാ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഒരു ഏരിയ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് ചെയ്യേണ്ടത്, അതായത് ഗാലറി സപ്പോർട്ട് ചെയ്യാത്ത സാധനങ്ങളെ കൂടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എല്ലാം നമുക്കൊരു കൺസ്യൂമറിസത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതിനെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതൊരു ഗവൺമെൻറ് ബോഡിയാണ്. ആ ഗവൺമെൻറ് ബോഡിക്കുള്ള എക്സ്ട്രീംലി എലോബറേറ്റീവ് ആയിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് കലാകാരന്മാരായിട്ട് ജനിക്കുകയും പല രീതിയിലുള്ള എക്സ്പെരിമെൻ്റ് നടത്തുകയും ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു തലമാണെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരു ക്യാൻവാസ് വിറ്റ് പോകുന്ന പോലെ ഒരു പെർഫോമൻസ് വിറ്റ് പോവില്ല. അവിടെ ഒരു വീഡിയോ ആയിട്ട് നിലനിൽക്കുന്നത് പോലെ ഒരു മറ്റു കാര്യങ്ങളും നിലനിൽക്കില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു ഏരിയ ലളിതകലാ അക്കാദമിയുടെ ഒരു മെയിൻ കോർ ഏരിയ തന്നെയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ലോകത്ത് ഇത്തരത്തിലുള്ള ഫണ്ടിങ് ഏജൻസീസും ഗവൺമെൻറ്റും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്ത
കലയാണ് ശരിക്കും പറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആയുധമായിട്ട് മാറുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവിടെ നമ്മൾ അതിനെ എതിർക്കുക എന്ന് പറയുന്നത് വളരെ അരോചകമാണ്. അതുമാത്രമല്ല വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും ഒരു ഷോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യമായിരിക്കും പെർഫോമൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ തിരസ്കരിക്കരുത്, അതിനെ നിരാകരിക്കരുത്, അതിനെ എതിർക്കരുതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ കേരളത്തിലെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും ഭയങ്കര രസകരമായിട്ട് സ്റ്റോറീസ് പറയാറുണ്ട്. സ്റ്റോറി ടെല്ലിങ്ങിന് ഇപ്പോഴും കലയിൽ കേരളത്തിൽ എന്താ സ്ഥാനമുള്ളത്? എത്ര പേഴ്സണലായിട്ട് എത്ര രസകരമായിട്ട് പറയാറുണ്ട്. ഇന്ന് വിവേക് വിലാസിനി എന്നോട് കാലത്ത് തന്നെ പുലർച്ചെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, മുരളി നല്ലൊരു ഐഡിയ വീഡിയോ ആർട്ടിനെ കുറിച്ചിട്ട് എനിക്കുണ്ട്, മുരളിക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞൊരു ഐഡിയ, ഭയങ്കര എക്സ്ട്രീംലി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഞാൻ വാങ്ങിയിട്ട് ചുടുവെള്ളത്തിലിടും, വെള്ളത്തിലിട്ടതിന് ശേഷം ഞാൻ ഇരുന്നത് ചിരണ്ടി അതിൻ്റെ മെഴുക് എടുത്തിട്ട് ഒരു മെഴുകുതിരി ഉണ്ടാക്കും. ആ മെഴുകുതിരി ഞാൻ സെസാൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഒരു സ്റ്റിൽ ലൈഫിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ട് ഞാൻ കത്തിക്കും. ആ എൻ്റെ സാധനം ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ആയിട്ടായിരിക്കും. ഇതിൽ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന നെഗോസിയേഷണൽ വാല്യൂസ് എന്താണെന്നുള്ളതാണ് അത് മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ബിയനാലയിൽ നമ്മുടെ കേരളത്തിൽ അരങ്ങേറിയ വളരെ രസകരമായിട്ടുള്ള ഒന്ന് നടന്നിരുന്നു. അതൊന്നെന്ന് പറയുന്നത് സോയിൽ അസംബ്ലി എന്ന് പറയുന്ന ഒരു ഗംഭീര, അതായത് ഇന്ന് പോസ്റ്റ് മോഡേൺ ആർട്ടിൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ സോയിൽ അസംബ്ലിയെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഈ കേരളത്തിൽ ഈ ബിയനാലയുടെ ഭാഗമായിട്ട് മൂന്നാറിലും മറ്റു പരിസരങ്ങളിലും വലിയൊരു ഗ്രൂപ്പ് ഓഫ്, അതിൽ ഏറ്റവും പ്രശസ്തരായവരടക്കം സയൻറ്റിസ്റ്റുകളടക്കം ഇവിടെ വന്നിരുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ആർട്ട് കോളേജുകൾ അറിഞ്ഞേ ഇല്ല എന്നുള്ളതാണ്. ഈ സോയിൽ അസംബ്ലി കേരളത്തിൽ നടക്കുമ്പോൾ സോയിൽ അസംബ്ലി എന്താണെന്ന് പോലും തിരിച്ചറിയാനോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാവാനോ ഒരു കുട്ടി അതിൻ്റെ ഭാഗമായിട്ട് വന്നില്ല എന്നുള്ളതാണ്. വന്നത് സൃഷ്ടിയെന്നും അതുപോലെ തന്നെ മറ്റ് മേജറായിട്ടുള്ള ഇന്ത്യയിലെ പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു. സോയിൽ അസംബ്ലിയുടെ ഒരു തലം നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. എന്താണ് ആ സോയിൽ അസംബ്ലിയുടെ എസെൻഷ്യൽ ആയിട്ടുള്ള ഏരിയ എന്ന് നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു മണ്ണ് എന്ന് പറയുന്നത്, അതിൻ്റെ സംസ്കൃതി എന്ന് പറയുന്നത് എത്ര മഹത്താണ്, അതിൻ്റെ ഒരു കൂടിച്ചേരൽ എന്ന് പറയുന്നത് എത്ര മഹത്താണ് എന്ന് പോലും നമ്മൾ അറിയാതെ അതിനെ തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. മൊത്തത്തിൽ നമ്മളൊരു പുതിയ കല അല്ലെങ്കിൽ പുതിയ രൂപങ്ങൾ എന്ന് പറയുന്നതിനോട് മലയാളിയുടെ മനസ്സെപ്പോഴും എന്താ പറയുക, പുറംതിരിഞ്ഞ് നിന്നിട്ടേ ഉള്ളൂ എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റും. ഒരു തരം അരാജകവാദം, അതിനെ കുട്ടികൾ ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് അതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുന്ന ഒരു അധ്യാപകൻ്റെ മനസ്സും കൂടി ഉണ്ടെന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് പറഞ്ഞത്. മുരളി പറഞ്ഞ രണ്ട് കാര്യത്തിനോട് എനിക്ക് റെസ്പോണ്ട് ചെയ്തിട്ട് നമുക്ക് ഷജിത്തിലേക്ക് വരാം. പറഞ്ഞല്ലോ ഈ കേരളത്തിലെ കലാകാരികൾ പെർഫോമൻസിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അത്തരം കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് പ്രോത്സാഹനവും ഇല്ല എന്നുള്ളതുകൊണ്ട് ഒരു സാധാരണ ഒരു വളരെ ജെൻഡേർഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് ഇപ്പോഴും എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ മുമ്പിലിരിക്കുന്ന അനുപമ പഠിക്കുന്ന കാലത്ത് തന്നെ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തന്നെ അപകടകരമായ വിധത്തിൽ സ്വന്തം പെർഫോമൻസ് ചെയ്തതാണ്. അല്ല, അത് ഒറ്റപ്പെട്ടതാണെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒറ്റപ്പെട്ട വേറൊരു അനുഭവം ഉണ്ട്. സുഹൈമ എന്ന് പറഞ്ഞിട്ടൊരു, സുഹൈമ ഇപ്പോൾ ഇവിടെ ഇല്ല, ഇവിടെ പോയിട്ട് സുഹൈമ ഇപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും. സുഹൈമയുടെ മനസ്സ് വേറെ ഭൂകമ്പമാണ്. അത് ദിവസേന അറിയുന്ന മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാണ്, സുഹൈമയൊക്കെ വന്ന് പെർഫോമൻസ് ചെയ്യാനായിട്ട് അനുവദിച്ചില്ലെങ്കിലും വേണ്ടില്ല, തടസ്സപ്പെടുത്താത്ത മനുഷ്യർ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ മനുഷ്യരൊക്കെ ഇവിടെ ഉണ്ട്, അവർ ചെയ്യും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടുത്തെ സ്ത്രീകൾക്ക് പെർഫോം ചെയ്യാൻ സാധാരണ ആളുകളെക്കാൾ നല്ല പണിയാണ്. അത് അനുഭവിച്ചുകൊണ്ട്, കാരണം മതം ഒരു ഫാമിലിയുടെ എന്താ പറയുക, ഫാമിലി ഒരു വല്ലാത്ത, നേരത്തെ പറഞ്ഞ പോലെ ഒരു കടുത്ത ഫോഴ്സായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാതെ, പക്ഷെ ഞങ്ങളുടെ ദൃശ്യകലാകാരി കൂട്ടായ്മ കൂട്ടിയ ഒരു ഏതോ മുരളി തന്നെയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അത് ഒരു പരിപാടിയിൽ, വനിതാ ദിന പരിപാടിയിൽ സുഹൈമ പുറത്തെത്തി. അവൾ കല്ലുകൾ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ നടന്നു. അവളുടെ ഇടം ഷോയിൽ ചെയ്തു. ജയ ഹാസ് ഓൾസോ ഡൺ ട്രാൻസിസ്റ്റേഴ്സ് കളക്റ്റീവ്, നമ്മളാണത് എഴുതിയത്. അപ്പോൾ അങ്ങനെ നമ്മളത് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ പലരെയും ഇനി ചെയ്യാൻ സഹായിച്ച് നമ്മളൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ദൃശ്യ കലാകാരി കൂട്ടായ്മ ഉള്ളത്. ആ കൂട്ടായ്മ എന്ന് പറയുന്നതും പ്രസിഡൻറ്റ് സെക്രട്ടറി ഒന്നും ഇല്ല, നമ്മളെല്ലാവരും വരുന്നു,
ഇഷ്ടമുള്ളത് ചെയ്യുന്നു, പരസ്പരം ഒപ്പം നിൽക്കുന്നു. ഒപ്പം നിൽക്കുക എന്നുള്ളൊരു വൈകാരികതയുണ്ട്. അത് മാത്രമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ആളുകളുണ്ട്, നടക്കുമായിരിക്കും. പിന്നെ പറഞ്ഞ സോയിൽ അസംബ്ലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സത്യം പറഞ്ഞാൽ ഈ പെർമകൾച്ചർ എന്നൊക്കെ പറഞ്ഞാൽ അവർ ടെസ്റ്റ് ചെയ്യുന്ന ചില സംഗതികളാണ്. അതിലെന്താണെന്ന് വെച്ചാൽ ഈ നമ്മളെപ്പോഴും കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ആർട്ടിഫിഷ്യൽ പ്രകൃതി വിരുദ്ധതയാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈ നെല്ല് മാത്രം കൃഷി ചെയ്യുക, അല്ലെങ്കിൽ റബ്ബർ മാത്രം കൃഷി ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് പറയുമ്പോൾ ചിലപ്പോൾ എന്നെ ആൾക്കാർ ചീത്ത പറയും. പക്ഷെ ഞാൻ പറയുന്നതിൻ്റെ സെൻസ് മനസ്സിലാക്കണം. ഒരൊറ്റ വിള മാത്രം ഒരു പ്രത്യേക സ്ഥലത്ത് നിർമ്മിക്കുക എന്ന് പറയുന്നത് പ്രകൃതിയുടെ സ്വഭാവമല്ല. കള വെറുതെ ഉണ്ടാവണതല്ല. നെല്ല് ഉണ്ടാക്കുമ്പോൾ കള വെറുതെ ഉണ്ടാവണതല്ല. കാരണം പ്രകൃതിക്ക് എപ്പോഴും അതിനോട് യോജിച്ച പല ഡൈവേഴ്സിറ്റി പ്രകൃതി അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പെർമകൾച്ചർ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് ചെയ്തിട്ടോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാൻ പാടുമോ എന്നറിയില്ല. പക്ഷെ അറിഞ്ഞതാണ്. പിന്നെ വിവേകവുമായിട്ടും നിരന്തരം ബന്ധമുണ്ട്. എന്നെയും കൂടി ഈ കോളേജുകളുടെ ഒരു ഭാഗമായിട്ട് കണക്കാക്കാമെങ്കിൽ ഞാനെന്തായാലും ഇത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ വൻമരത്തിൻ്റെ അടിയിൽ നിഴലിൽ വളരുന്ന ചെറുമരമുണ്ട്, ചെറുചെടിയുണ്ട്. ചെറുചെടിയുടെ അടിയിൽ വളരാൻ സാധിക്കുന്ന, അവിടെ മാത്രം വളരാൻ സാധിക്കുന്ന പുഴുക്കളുണ്ട്, പ്രാണികളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ വൻതോതിലുള്ള ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് ഇന്ന് ലോകത്ത് അനവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് അദ്ദേഹം പറഞ്ഞതും നമ്മുടെ ഇവിടെ മൂന്നാറിൽ പ്രത്യേകമായിട്ടൊരു കളക്റ്റീവ് ഉള്ളതും. അവിടെ വിവേകമൊക്കെ ചില ദിവസം ചില കൂണൊക്കെ ഉണ്ടായിട്ട് സയൻറ്റിസ്റ്റുകളുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നു. പിന്നെ അവസാനം മുരളി പറഞ്ഞ് നിർത്തി കൊടുത്ത് ഞാൻ എൻ്റെ എല്ലാ മനസ്സോടും കൂടി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം നമ്മൾ അധ്യാപനം, കലയുടെ അധ്യാപനം നമ്മൾ മാറിയേ തീരൂ. നമ്മൾ പലരും അതിൻ്റെ അകത്ത് വളരെ വിദ്യാർത്ഥികൾ ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമെങ്കിലും ഈ ഒരു മീഡിയമിസ്റ്റിക് എന്താ പറയുക, മീഡിയമിസ്റ്റിക് മാത്രമായിട്ട് ഒരു ചാലിട്ട പോലെ ഇങ്ങനെ നമ്മൾ കാര്യങ്ങളെ കാണുന്നതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് പലപ്പോഴും കലയുടെ പുതിയ രൂപങ്ങളെ കാണാനുള്ള കഴിവ് കുറയ്ക്കുന്നുണ്ട് എന്നൊരു വിമർശനം എനിക്ക് എന്നോട് തന്നെയുണ്ട്. ഞാൻ തന്നെ അങ്ങനെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഞാൻ എന്നെ തന്നെ ചീത്ത പറയാറുണ്ട്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ കഴിവതും ഇത്തരം വളരെ എന്താ പറയുക, എൻ്റെ ഒരു തീമെന്ന് വെച്ചാൽ പുല്ലും ആയുധം എന്നുള്ളതാണ്. പക്ഷേ അവിടെയുള്ള അടുത്ത പ്രശ്നം നേരത്തെ മുരളി പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്ന ബിനാലെകളൊക്കെ പരിഹസിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഏതെങ്കിലും ന്യൂ മീഡിയ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പരിഹസിക്കുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു രീതിയാണ്. അവർ ചെയ്യുന്ന കഷ്ണം പൊട്ടി, ഇത് നമുക്ക് പുതിയ കലാകാരന്മാരുടെ സമകാലിക കലയിൽ ഒരു ഉദാഹരണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ആൾക്കാരും ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു കലാചരിത്രത്തിൻ്റെ ഒരു ടെക്സ്ച്വാലിറ്റി ഉണ്ട്. അതിന് ആ ചരിത്രപരമായ ബോധത്തിലേക്ക് നമ്മൾ അവെയറായിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കിത് പൊട്ടിയ കഷ്ണം എന്തെന്ന് മനസ്സിലാവുള്ളൂ. അതൊരു വെറും പൊട്ടിയ കഷ്ണം അല്ലെന്നും അത് പർപ്പസ്ഫുള്ളി ചെയ്താൽ മാത്രമേ കലയാവുള്ളൂ എന്നും നമുക്ക് മനസ്സിലാവുന്നു. ഒരു ഇൻറ്റൻറ്റഡ് ഡ്രീമാണ് ശരിക്കും കല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സാധാ ഡ്രീമല്ല ഇത്, വെറും ഒരു അൺറിയാലിറ്റി ഒന്നുമല്ല. കല എന്ന് പറയുന്നത് ശക്തമായ മനുഷ്യബന്ധങ്ങളുടെ മാറ്റലുമാണ്. ഇപ്പോൾ ഷജിത്തിനോട് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്, ഷജിത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10 വർഷം മുമ്പ് തുടങ്ങിയൊരു പ്രവർത്തനമുണ്ട്. വലിയ ക്യാൻവാസിൽ പെയിൻറ്റിങ് ചെയ്യാം. പക്ഷേ ഈ പെയിൻറ്റിങ് എന്ന് പറയുന്നത്, പെയിൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലേ പോലെ, ഒരു മണ്ണ് പോലെ ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കുകയും അത് ഒരു ഭാവത്തിനെ സൂചിപ്പിക്കുകയും അതങ്ങനെ ഒരു മേഖല, ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് പ്രകൃതി അകന്നു നിന്ന് നോക്കി കാണലല്ല, മറിച്ച് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഒരു മേഖല സൃഷ്ടിക്കുന്നത് നമ്മൾ പെയിൻറ്റിങ്ങുകളിൽ കണ്ട് ശീലിച്ചിട്ടുള്ള ആളുകൾക്ക് ഷജിത്തിൻ്റെ പെയിൻറ്റിങ് കാണുമ്പോൾ കേരളത്തിൻ്റെ ലാൻഡ്സ്കേപ്പുകളെക്കുറിച്ച് തീർത്തും വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ പീറ്റർ ഡോൾഷിനെയും ഡേവിഡ് ഹോക്കിനെയൊക്കെ കാണുമ്പോൾ വിചാരിക്കും എനിക്കും അങ്ങനെ ചെയ്താലോ എന്നൊക്കെ ചില സമയത്ത് ഈ കളറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് വരച്ചാലോ എന്നൊക്കെ തോന്നാറുണ്ട്. ഞാനൊരു കാണി എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല, എൻ്റെ പണി അതിനേക്കാളും വേറൊന്നായതുകൊണ്ട്. പക്ഷേ ഷജിത്തിൻ്റെ വർക്കുകൾ കണ്ടതേ എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊരു ആർട്ടിസ്റ്റിന് എന്താ ഇതിനോടൊക്കെ പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. സന്തോഷം, നല്ല വാക്കുകൾക്ക്. വിജയമാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, വളരെ രസകരമായിട്ടുള്ളതാണ്. പ്രകൃതി ഇല്ലാതാകുമ്പോൾ പ്രകൃതി ചിത്രം നമ്മൾ വീട്ടിൽ തൂക്കുന്നു എന്നുള്ളതാണ്. അതിനു മുമ്പേ, നേരത്തെ എനിക്ക് മുമ്പേ ചെയർമാൻ പറഞ്ഞതും ഒക്കെ ആയിട്ട് കൂട്ടിച്ചേർത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത്,
ഒരിക്കൽ തിരുവനന്തപുരം പട്ടണത്തിൽ കൂടി ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു പ്രസംഗം നടക്കുകയാണ്. പ്രസംഗിക്കുന്ന ആൾ എന്തോ തൊഴിൽ സമരത്തിന് വേണ്ടിയിട്ട്, ശമ്പള വേതനത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. അപ്പോൾ അയാൾ കൂട്ടിച്ചേർത്തൊരു സംഭവം അല്ലെങ്കിൽ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ വിചാരിച്ചോ നമ്മളെല്ലാം ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളാണെന്ന്? അവർക്ക് ചെറിയ പൈസയും ഒരു എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അവർ പെട്ടെന്ന് ലോഗോയോ ഡിസൈനോ ഒക്കെ ചെയ്തു തരും. അത് നമ്മളെ വല്ലാണ്ട് അങ്ങ് ഇതാക്കി കളഞ്ഞ്. കാലം കുറേ കഴിഞ്ഞു. ഇപ്പോൾ ബിനാലയുടെ കാര്യം സൂചിപ്പിച്ചു. പക്ഷേ എനിക്കൊന്ന് അതിൽ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഒരു ആർട്ടിസ്റ്റിന് ഒരു ഡിഗ്നിറ്റി എന്നുള്ള ഒരു സംഭവം, ഇപ്പം കൊച്ചിയിലൊക്കെ പോകുമ്പോൾ ആർട്ടിസ്റ്റാണെന്ന് പറയുമ്പോൾ ഒരു വിലയും നിലയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഇത്രയും വർഷമായിട്ട് ബിനാലെ ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ നടന്നു വരുന്നൊരു സ്പേസ് എന്നുള്ള നിലയിൽ കൊച്ചിയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ പണ്ടത്തേതിൻ്റെ അത്ര ഒരു പുച്ഛമില്ല, എന്നാലും പുച്ഛമില്ലാതെയും ഇല്ല. ഇനി എൻ്റേതായിട്ടുള്ള വിഷയത്തിലേക്ക് വരാം. എക്കോളജിക്കലായിട്ടുള്ള വിഷയങ്ങളാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് നേരത്തെ സൈതേച്ചി പറഞ്ഞ പോലെ ലോകത്ത് നടക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് അവതരിപ്പിക്കാം. എൻ്റെ പ്രത്യേക, ഞാൻ മലബാറിലാണ്, കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെയുള്ള ലോകത്തെല്ലായിടത്തും നടക്കുന്നത് പോലെ തന്നെ വികസനം എന്ന പേരിൽ നമ്മളൊപ്പം നമുക്ക് ചുറ്റും നടക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിൽ ഞെരിഞ്ഞമർന്ന നമുക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ, അതിനെയാണല്ലോ നമ്മൾ പ്രകൃതി എന്ന് പറയുന്നത്. നമ്മളല്ലാതെ മറ്റെല്ലാ കാര്യങ്ങളെയും നമ്മൾ അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ആ നിലയിൽ അത്തരം വിഷയങ്ങളാണ് ഞാൻ എൻ്റെ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാൻ അതിൻ്റെ കോറായിട്ട് എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മീഡിയം, ഇപ്പോൾ വാട്ടർ കളർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന് അയാൾ വാട്ടർ കളർ ചെയ്യുന്ന ഓരോന്നിനും നമ്മൾ ഈ പറയുന്ന ജിബ്രാൻ പറയുന്ന ഒരു വളരെ രസകരമായിട്ടുള്ള കാര്യമുണ്ട്. അതായത് അളവ് തൂക്കങ്ങളെപ്പറ്റി നമുക്ക് ധാരണയില്ലെങ്കിൽ ഈ സൂര്യനെ പോലെ തന്നെ നമ്മൾ മിന്നാമിനുങ്ങിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ പേടിച്ച് നിന്നേനെ. അങ്ങനെ നമ്മൾ അളവ് തൂക്ക രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പലപ്പോഴും നമ്മൾ പറയുന്നത് തന്നെ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അയാളങ്ങോട്ട് മാറ്റി നിർത്തും. അല്ലെങ്കിൽ പിന്നെ അത്തരത്തിൽ ഇപ്പം മീഡിയം വേസ് ഞാൻ ഒരുപാട് കാലം വാട്ടർ കളറിൻ്റെ സാധ്യതകൾ, അതിൻ്റെ അബ്സ്ട്രാക്റ്റ് സ്വഭാവങ്ങൾ, ഞാൻ ടീച്ചർ അന്ന് ക്യൂറേറ്റ് ചെയ്യുന്ന ഉൾപ്പെടെ വലിയ സ്കെയിലിൽ, 5 അടി 6 അടി ആ സൈസിലൊക്കെ വാട്ടർ കളർ ചെയ്യുന്ന അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്ന ഒരാളാണ്. ഇപ്പം മീഡിയങ്ങളിലെല്ലാം പല മീഡിയങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ കിട്ടുന്ന നമുക്കൊരു എനർജി ഉണ്ട്. ഇത്തരം കാര്യം എനിക്ക് തോന്നുന്നു നമ്മളെല്ലാ മീഡിയങ്ങളും ഇപ്പം മധു സാറ് നേരത്തെ പറഞ്ഞ, ചെയർമാൻ പറഞ്ഞ പല വ്യത്യസ്തമായിട്ടുള്ള മേഖലകളാണെങ്കിലും നമ്മളൊരു ഗ്യാലറിക്ക് മുമ്പിൽ, നമ്മളൊരു വർക്ക് ഓഫ് ആർട്ടിൻ്റെ മുമ്പിൽ നമ്മളൊരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മളിങ്ങനെ നമ്മൾ അക്ഷമരായിട്ട് നിന്ന് നമ്മളെ ഓർമ്മകളിലേക്കും നമ്മളെ അനുഭവങ്ങളിലേക്കും ഒക്കെ പോകാൻ ഇപ്പോഴും പെയിൻറ്റിങ് എന്നുള്ള മാധ്യമത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്കിപ്പോഴും അനുഭവം. കാര്യം കാലം മാറുന്നു, എല്ലാ വിധത്തിലുള്ള പ്രാക്ടീസുകളും അഭ്യസിക്കുന്നു. ഇപ്പോൾ ബ്രഷിന് പകരം നമുക്ക് ബുൾഡോസർ മതി നമുക്കൊരു വർക്ക് ഓഫ് ആർട്ട് ചെയ്യാൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ പോലും ആധുനിക കലയുടെ തുടക്കത്തിൽ സെസാൻ്റെ ലാൻഡ്സ്കേപ്പ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ പറയുന്ന കോൺസ്റ്റബിളിൻ്റെ പെയിൻറ്റിങ് ഉൾപ്പെടെ എല്ലാ പെയിൻറ്റിങ്ങുകളും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. എക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ സാർവത്രികമായ സമയത്ത്, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ, ഒരുപാട് ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയും ഇത്തരം വിഷയങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട്, എനിക്ക് തോന്നുന്നു അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ചുറ്റും നടക്കുന്ന അല്ലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ മേളിൽ നമ്മൾ പ്രതികരിച്ച് തുടങ്ങുന്നതിൻ്റെ ഒരു തുടക്കം തന്നെ ആയിരിക്കാം എല്ലാവരും ഇത്തരം കാഴ്ചകളിലേക്കും ഇത്തരം പ്രാക്ടീസുകളിലേക്കും പോകുന്നു തോന്നുന്നു. മറ്റൊന്ന് വലുപ്പത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ, വലിപ്പം കീഫർ ഉൾപ്പെടെയുള്ള നമ്മൾ അന്തം വിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെയുള്ള ലോകത്ത് നമുക്ക് വലിപ്പം, നമ്മൾ ലോകത്തിനെ കാണുന്നത് വലിപ്പത്തിൽ തന്നെയാണ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പോലും അത് നിരന്തരം പ്രാക്ടീസിൽ കൂടി ആകുമ്പോൾ പോലും നമുക്ക് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ കാഴ്ചക്കാരനുണ്ടാക്കുന്ന ഒരു അഭൗമമായിട്ടുള്ള റൊമാൻറ്റിക് പീരീഡിൽ ഉൾപ്പെടെയുള്ള നമ്മളെ കലാചരിത്രത്തിൽ തന്നെ നമ്മളെ അന്തം വിട്ട് നിർത്താൻ പ്രേരിപ്പിച്ച പ്രകൃതി എന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ എക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചർച്ച ചെയ്യാൻ പറ്റും എന്നുള്ള അന്വേഷണമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ആ നിലയിൽ ഓരോന്നും ഓരോ സമയത്തും നമുക്ക് എങ്ങനെയൊക്കെ ഈ പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് ഞാനും ഭാര്യ സ്മിതയും ഞങ്ങളെല്ലാവരും പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നതായതുകൊണ്ട് അത്തരം ഒരു പെർഫോമൻസും കൂടെ ഈ വർക്ക് ഓഫ് ആർട്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും കൂടെ ഇതിൻ്റെ അകത്ത് പങ്കുവയ്ക്കുകയാണ്. ബാക്കി നമുക്ക് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് പറയാം എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇനി ഒരു റൗണ്ട് ഇവിടെ തന്നെ പറയണേലും നല്ലത്. ഇറ്റ്സ് ഓപ്പൺ ടു ഓൾ ഓഫ് യു. നല്ലൊരു സദസ്സ്, അതുകൊണ്ട് എല്ലാവരും കേൾക്കാനാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലത്. കാരണം ലെറ്റസ് ടേക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, നമ്മളാരും അതിന് അതോറിറ്റികളാണെന്ന് ഞാൻ വിശ്വസിക്കണമില്ല. കല മനസ്സിലാക്കിയാൽ പിന്നെ അതോറിറ്റിയിൽ വിശ്വാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളോട് ചോദിക്കുന്നു എന്നുള്ള മട്ടിലല്ല, മറിച്ച് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തതോ അല്ലാത്തതോ ഇറ്റ്സ് ഓപ്പൺ ടു ദ. ഇവിടെ എൻ്റെ പേര് അനിരുദ്ധൻ. ചിത്രകലയിലെ പുതുരൂപങ്ങളെപ്പറ്റി വളരെ വിശദമായിട്ട് തന്നെ പാനലുകൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. പുതുരൂപങ്ങൾ ഒരുപക്ഷെ നമുക്ക് കേരളത്തിലിപ്പം കുറച്ച് കാലമായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി, ബിനാലെ അതേപോലെ തന്നെ ആലപ്പുഴയിൽ നടന്നിട്ടുള്ള എക്സിബിഷനൊക്കെ ചിത്രകലയെ സീരിയസ് ആയി കാണുന്ന ചിത്രകാരന്മാർക്ക് പുതുവഴികൾ തേടിപ്പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതേസമയം ആ അവസരങ്ങൾ സമൂഹത്തിൻ്റെ താഴെക്കടയിലേക്ക്, കേരളത്തിലെ എല്ലാ തരത്തിലും ഉയർന്ന് ചിന്തിക്കുന്ന ആളുകൾ എന്ന് സ്വയം അഭിമാനിക്കുന്ന ആളുകളെ ചിത്ര സാക്ഷരരാക്കുന്നതിന് ഇപ്പോഴും പറ്റിയിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പുതുവഴികൾ തേടിപ്പോകുന്ന കലാകാരന്മാർ ഇപ്പോഴും പഴയ ആ ഒരു രൂപത്തിൽ തന്നെ, പഴയ സങ്കേതത്തിൽ തന്നെ ചിത്രങ്ങൾ രചിക്കുകയും ഒരുപക്ഷെ ഭൂഭാഗ ചിത്രരചനകളിലേക്കും ഫോട്ടോഗ്രാഫി പോലുള്ള അത് അനുകരിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളിലേക്കും തിരിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ചിരോത്ത് സർ ഇവിടെ വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ. അതേസമയം മിക്കവാറും കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും കുറച്ച് ചിത്ര പ്രദർശനങ്ങൾ നടത്തിയ ഒരാളാണ് ഞാൻ. കേരളത്തിൽ നടത്തുന്നതിനേക്കാളും കൂടുതൽ മാനസിക സന്തോഷം എനിക്ക് കിട്ടിയിട്ടുള്ളത് പുറത്തുനിന്നാണ്. നമ്മൾ ഒരുപക്ഷേ വളരെ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളാണെന്ന് ചിന്തിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ചിത്രകലയെ വളരെ ഗൗരവപൂർവ്വം കാണുകയും അവിടെ നിന്ന് ചിത്രങ്ങൾ വിറ്റുപോകുന്ന ഒരവസ്ഥയുണ്ട്. ഇവിടെ കേരളത്തിലൊരു ചിത്രപ്രദർശനം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള കാശ് പോവുക എന്നല്ലാതെ ചിത്രത്തെ ഗൗരവപൂർവ്വം നോക്കിക്കാണുന്ന ഒരു എന്താ പറയുക, കാണിയെപ്പോലും കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. ചിത്രകാരന്മാരെ കൊണ്ടല്ല പറയുന്നത്, ചിത്രകലയിലെ പൊതുരൂപങ്ങളെപ്പറ്റി കൃത്യമായി അടയാളപ്പെടുത്തുന്ന, അറിയുന്ന ചിത്രകാരന്മാർ ഒരുപാടുണ്ട് കേരളത്തിൽ. അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ പോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ലളിതകലാ അക്കാദമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യതകൾ ഉണ്ടോ എന്ന് ഒരു ചോദ്യം കൂടി. അതിന് പുറമെ മറ്റ് സാഹിത്യങ്ങളിലായ മറ്റ് കലാരൂപങ്ങളിലായാലും സാഹിത്യങ്ങളിലായാലും ഇതേപോലെ ഒരു പക്ഷേ നമുക്ക് ഇന്ത്യയിൽ നാളെ ചർച്ച ചെയ്യാൻ പറ്റുമോ, സമയം ഉണ്ടാവില്ല, പറ്റുമോ എന്നുള്ളൊരു ആശങ്ക എനിക്കുന്നുണ്ട്. ആ ആശങ്ക എല്ലാവർക്കും അറിയാം. ഫാസിസം നമ്മുടെ തലയിലേക്ക് ഓരോ ദിവസവും പടർന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ തന്നെ ചിത്രകലയിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എം എഫ് ഹുസൈന് നേരെ വന്നിട്ടുള്ള ആ ഒരു തരത്തിലുള്ള അക്രമങ്ങൾ ദൈനംദിനമായി ഓരോ ദിവസവും വന്നിട്ടിരിക്കുക. അത്തരം ഒരു സമീപനത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മറ്റ് കലാരൂപങ്ങളായാലും സാഹിത്യ സൃഷ്ടികളായാലും സാഹിത്യ മേഖലകളായാലും അവർക്ക് കഴിയാവുന്ന തരത്തിലുള്ള സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ചിത്രകലയിൽ അത് ഗൗരവപൂർവ്വം ഇതുവരെ
വീക്ഷിച്ചിട്ടോ അതിനെതിരായി പ്രതിരോധിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാനോ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിലിവിടെ സംസാരിച്ചതുപോലെ വീഡിയോ ആർട്ടായാലും അല്ലെങ്കിൽ പിന്നെ നേരത്തെ പെർഫോമിംഗ് ആർട്ടായാലും ഒക്കെ കൊണ്ട് നമുക്ക് എന്തായാലും സമൂഹത്തിൻ്റെ താഴെക്കടയിലുള്ള ആളുകൾ ഇപ്പോഴും എൻ്റെ ആശങ്ക അത് തന്നെയാണ്. ചിത്രകലയെ ഗൗരവപൂർവ്വം കാണാതിരിക്കുകയും അതിനെ ഗൗരവപൂർവ്വം വീക്ഷിക്കാതിരിക്കുകയും ചിത്രം വരയുന്ന ആളുകളെ വിഷയത്തൂടെ പറഞ്ഞ പോലെ ഒരു താഴെക്കടയിലുള്ള ഒരു കലാകാരനായിട്ട് അല്ല ഒരാളായി കാണുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഇതുപോലെയുള്ള കലാരൂപങ്ങളിലൂടെ സാധിക്കുന്നതാണ്. അതിന് ആ ഒരു വഴി ചർച്ച ചെയ്യേണ്ട ഒരു വേദിയെ കൂടി ആക്കി മാറ്റിക്കൂടായിരുന്നോ ഇത് എന്നുള്ളൊരു ആശങ്ക. അത് ഇതിൽ പല രീതിയിൽ റിഫ്ലക്റ്റഡ് ആയിരുന്നു ഈ ചർച്ചകളിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ വളരെ അടിസ്ഥാന വർഗം എന്നൊക്കെ നമ്മൾ പണ്ട് പറയുന്ന, അല്ലെങ്കിൽ ഇന്ന് ഒരുപക്ഷെ വളരെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിരിക്കുന്ന പല മനുഷ്യരും വന്നു ചേരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇതിന് തൊട്ട് പിന്നിലുള്ള ഫൈൻ ആർട്സ് കോളേജ്, അതുപോലെ മാവേലിക്കര ഫൈൻ ആർട്സ് കോളേജ്, തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് ഒക്കെ, പിന്നെ RLV കോളേജ് ഉണ്ട്. 5 ഫൈൻ ആർട്സ് കോളേജസ് കേരളത്തിലുണ്ട്. വടക്ക് ഒരു കോളേജിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ മക്കൾക്ക് കലാകാരനാവാനുള്ള സാധ്യതയൊന്നും ഒട്ടും നിഷേധിക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ. പക്ഷേ മനസ്സിലായി, ഞാൻ പറഞ്ഞു വരികയാണ്, ഒട്ടും നിഷേധിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഇവർ വരുന്ന സമയത്ത് എൻ്റെ ഒരു ഒബ്സർവേഷൻ പറയാണ്, പല മനുഷ്യരും ഈ കേരളത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഒരു പൊതുവായ ഒരു സ്വഭാവ സവിശേഷതകൾ പലതും നമ്മുടെ വിദ്യാർത്ഥികൾ കടന്നു വരുമ്പോൾ അവരിൽ കാണാറുണ്ട്. കലയെ ഗൗരവമായിട്ട് സമീപിക്കുമെങ്കിലും വായനയോ അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള ഒരു വളരെ സന്തോഷമുള്ള തുറന്ന ഒരു മനസ്സുള്ള ഒരു പ്രവർത്തനങ്ങളോ ഇടപാടുകളോ ഒക്കെ ഇവരിൽ ഭയങ്കരമായിട്ട് ഇവർ സപ്രസ്ഡ് ആയിരിക്കുന്ന ആളുകളെ പോലെ ആദ്യ സമയത്ത് അവർ കാണപ്പെടാറുണ്ട്, എക്സെപ്റ്റ് കുറച്ച് പേര് ഒഴികെ. അതിൽ നിന്നാണ് പിന്നെ നമ്മൾ പലരും ഈ ഒരു 4 വർഷം ഇവിടെയും പിന്നെ അടുത്തൊരു 2-3 വർഷം പുറത്തും ഹൈദരാബാദും ബറോഡയും ശാന്തിനികേതനും ഒക്കെ പോവുകയും ഇതിൻ്റെ ഇടയിലൂടെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ലളിതകല അക്കാദമി വളരെ കൃത്യമായി സ്കോളർഷിപ്പുകളും മറ്റ് സപ്പോർട്ട് സിസ്റ്റംസ് ധാരാളമായിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിലൂടെയും ഒക്കെ വികസിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ബിനാലെയൊക്കെ ഇവരെ സംബന്ധിച്ച്. അതായത് അവരുടെ നിത്യജീവിതം, അവരെ ജീവിതത്തിൽ മൊത്തം മാറ്റി തീർക്കുന്ന ഒരു ഇടം തന്നെയാണ് കോളേജുകൾ. ഇപ്പം നമ്മുടെ ഫൈൻ ആർട്സ് കോളേജുകൾ, ആ കോളേജുകളുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പരിമിതികൾ എണ്ണി അക്കമിട്ട് പറയാൻ ഞാൻ തയ്യാറാണെങ്കിലും അതിൻ്റെ സാംസ്കാരികമായ മൂല്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ സാധാരണക്കാരുടെ മനുഷ്യനെ കല എന്ന് പറഞ്ഞ് എണീറ്റ് നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഉണ്ട്. ഇത് ശക്തമായിട്ട് കേരളത്തിൻ്റെ ഒരു ഇക്കോസിസ്റ്റം തന്നെയാണ്, ആർട്ട് ഇക്കോസിസ്റ്റം തന്നെയാണ്. ഇതങ്ങോട്ട് ഇല്ലയെന്ന് നോക്കൂ, ബിനാലെ വന്നിവിടെ ഇത്രയും മനുഷ്യരുടെ ജീവിതത്തെ മാറ്റി തീർക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. മറിച്ച് ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന് ഡെവലപ്പ് ചെയ്യുന്നൊരു ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്ത് എന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കുന്നത്. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കേരളത്തിലെ പൊതുസമൂഹം കല കാണാൻ ഇപ്പോഴും വിരക്തിയുള്ളവരാണ്. എല്ലാവർക്കും കഥ മതി, സാഹിത്യം മതി. ഇപ്പോഴും സാഹിത്യ അക്കാദമിയുടെ വേദിയിലിരുന്ന് ഇത് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് സത്യത്തിൽ. കാരണം അക്കാദമിയൊക്കെ സാഹിത്യത്തിൻ്റെ മണ്ഡലം കലയുടെ ചരിത്രത്തെയും കലയെയും ഗൗരവത്തിലെടുക്കാൻ തുടങ്ങിയതിൽ സന്തോഷമുണ്ട്. പിന്നെ യഥാർത്ഥത്തിൽ ഞാൻ കലയുടെ ഭാഗത്ത് കലാചരിത്രമായിട്ട് എഴുതിയ പുസ്തകം പബ്ലിഷ് ചെയ്തത് സാഹിത്യ അക്കാദമിയാണ്, അവാർഡ് കിട്ടിയത് ഇവിടെയാണ്. പിന്നെ കലയുടെ കുറിച്ച് മാത്രം എഴുതിയ പുസ്തകമാണ് ലളിതകല അക്കാദമി അംഗീകരിച്ചത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ 2 വള്ളത്തിലും എൻ്റെ കാലുള്ളത് കൊണ്ട് എനിക്കിത് നല്ലോണം പറയാൻ പറ്റും. ഈ 2 വള്ളത്തിലും അല്ല ഞാൻ എന്നുള്ളത്. കാരണം ഇത് രണ്ടും 2 ഭൂഖണ്ഡങ്ങളല്ല. ഇവിടെ ഈ 20-ാം നൂറ്റാണ്ടിൽ ഈ വിഷ്വൽ വെർബൽ ഡൈക്കോട്ടമിയും സാഹിത്യകാരന്മാർ മുതലാളിമാരും കലാകാരന്മാർ തൊഴിലാളികളുമായിരുന്ന ഒരു കാലവും ഇപ്പോഴും കലയെ കാണുന്ന കാര്യത്തിൽ നമ്മളെ ക്രിപ്പിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്രിപ്ലിംഗ് ഇഫക്റ്റ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്ന. ഇത്രയൊക്കെ ലോകമെല്ലാം പുരോഗമിച്ച പോലെ നമുക്ക് തോന്നിയിട്ടും ഈ കേരളത്തിൽ മാത്രം പുത്തൻ കലാരൂപങ്ങളോട് എന്താണ് ഒരു അവർഷൻ? പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നല്ല പെർഫോമൻസ് ആയിട്ട് ചെയ്യുന്ന മനുഷ്യന്മാരിവിടെ ഉണ്ടായിട്ടും കോളേജിൻ്റെ അകത്ത് അത് ചെയ്യാൻ നമുക്ക് പറ്റാറില്ല. കാരണം മീഡിയമിസ്റ്റിക് ആയിട്ടുള്ളൊരു ട്രെയിനിങ്ങിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കണേ. നമ്മുടെ സിലബസും ആ രീതിയിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത പ്രശ്നം നമ്മുടെ ഇവിടെ ഉള്ളത് ഈ പരസ്പരം ഒരു കോംറാഡറി അല്ലെങ്കിൽ
സാഹോദര്യം എന്ന് പറഞ്ഞൊരു സാധനം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ളൊരു സാഹോദര്യം, അതിൻ്റെ ആവശ്യം ഗവൺമെൻറ്റിന് കൂടി ബോധ്യപ്പെടേണ്ടതുണ്ട്. അത് നമുക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ. ഈ കഴിഞ്ഞ ദിവസം KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ പോയ സമയത്ത് അതിൻ്റെ ഡയറക്ടറായിരുന്ന ജിജോയ് എന്നോട് പറഞ്ഞത്, കവിത നമ്മളൊക്കെ ഒരുമിച്ച് പണിയെടുക്കേണ്ടവരല്ലേ എന്നാണ്. പക്ഷെ ഒരുമിച്ച് പണിയെടുക്കാൻ എവിടെ? ഒരു വ്യവസ്ഥ എവിടെ? ഈ ഒരുമിച്ച് പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ മതിയോ? നമുക്ക് അവിടെ പോയിരിക്കാനും അവിടെ നിന്ന് ഇവിടെ വന്നിരിക്കാനും പറ്റില്ലല്ലോ. ഇത് കണക്ട് ചെയ്യുന്ന MOUകൾ എഴുതി നമ്മൾ പരസ്പരം കണക്ട് ചെയ്ത് ഈ അവിടുത്തെ ഫിലിം ടെക്നിക്കലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടുന്നുള്ള പലതരത്തിലുള്ള എന്താ പറയുക നോളജ് സിസ്റ്റംസ് അങ്ങോട്ട് ഇമ്പാർട്ട് ചെയ്യുന്ന, നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് പോവുകയും അവരിങ്ങോട്ട് വരികയും ചെയ്യുന്ന ഒരു വ്യവസ്ഥ നമുക്കില്ല. ഒരു ഇൻ്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യവസ്ഥയില്ല. പിന്നെ ഇവിടെ കലാമണ്ഡലം പോലെയുള്ള കുറേ സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട്. ഇതൊന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനില്ല. ഈ കണക്ഷനില്ലായ്മയും നമ്മളുടെ കലയെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമ്മളെ പിറകോട്ടടിക്കുന്നു എന്ന്. അക്കാഡമിയെക്കുറിച്ച് ചോദിച്ചല്ലോ. നമ്മൾ ഒരുപാട് പുതിയ പ്രോഗ്രാംസ് ശരിക്കും കൊണ്ടുവരുന്നുണ്ട്. അതിലൊന്നാണ് ഈ ആർട്ട് കൺസൾട്ടൻസി എന്ന് പറയുന്നത്. നമ്മുടെ കലാകാരന്മാർ ഒരു ആർട്ട് കോളേജിൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവർ എല്ലാവരും കമേഴ്സ്യലി സക്സസ് ആവണമെന്നില്ല. പക്ഷെ അവർക്കൊരു താങ്ങും തണലും കൂടെ നിൽക്കാനും കഴിയുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിലൊന്നാണ് ആർട്ട് കൺസൾട്ടൻസി. ഇപ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് 4 പ്രൊജക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് ബഷീറിൻ്റെ സ്മാരക നിലയം, പിന്നെ ഒരു മ്യൂസിയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 4 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ കേരളത്തിലെ ആർട്ടിസ്റ്റുകളെ ആയിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. അല്ലാതെ ഒരു സ്ഥിരം ഒരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരും ആയിരിക്കില്ല. അത് അവർക്കപ്പോൾ സ്ഥിരമായിട്ട് പല രീതിയിലുള്ള പ്രൊജക്റ്റുകളിൽ അവർ ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. ഇതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ നമുക്ക് ചില പരിമിതികളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് വളർച്ചയെത്താത്ത മോഴകൾ അവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ലേ? അങ്ങനെ തന്നെ പറയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ മുരളി ചീരോത്തിൻ്റെ ഒരു കണക്ഷൻ വലുതാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇതിനെക്കാട്ടിയും കഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിശ എന്ന് പറഞ്ഞിട്ട് ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം, അതായത് ചെറുപ്പം തൊട്ടേ കുട്ടികളെ നമ്മൾ ആർട്ടുമായിട്ട് ബന്ധപ്പെടുത്തി കൾച്ചറൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു തലമുണ്ടല്ലോ. നമുക്ക് ഇപ്പോൾ ആർട്ട് മാത്രമല്ലല്ലോ, ഡിസൈനും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളിലോട്ടും എഡ്യൂക്കേഷനിലോട്ട് കൊണ്ടെത്തിക്കാൻ പാകത്തിൽ നമ്മളെ കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒന്നാണ് ദിശ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചർച്ചയിൽ ഞാൻ വളരെ രസകരമായിട്ട് പറഞ്ഞൊരു കാര്യം, ഈ കൾച്ചറൽ എക്കണോമി എന്നതിനെ നമ്മൾ ടാപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇങ്ങേര് ശരിയല്ല, ഇങ്ങേര് മുതലാളിത്ത വർഗത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതുമാത്രമല്ല, ഇവരൊക്കെ ഗാങ്ങപ്പ് ചെയ്തിട്ടാണ് കേരളത്തിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബോസിൻ്റെ വേറൊരു പതിപ്പാണ് മുരളി ചീരോത്ത് എന്ന് പറഞ്ഞിട്ട് അന്നേരം തന്നെ ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്തു. അതുപോലെ തന്നെ അന്നേരം തന്നെ അവിടെ വെച്ചിട്ട് നമുക്കെതിരെ പറയുകയും ചെയ്തു. പക്ഷെ ഇതല്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ അക്കാഡമി വളരണം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന തലത്തിൽ വളരണം. അക്കാഡമിയുടെ പോസിബിലിറ്റീസ് എന്താണ് തിരിച്ചറിയണം. ശരിക്കും പറഞ്ഞാൽ ആ തിരിച്ചറിവാണ് കലാകാരന്മാരിലോട്ട് ഡിപ്പാർട്ട് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ ലിറ്റിൽ ഫ്ലവർ കോളേജായിട്ടും SH ആയിട്ടും സാക്രഡ് ആർട്ട് ആയിട്ടും കോഴ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം ഇപ്പോഴും കേരളത്തിൽ ആർട്ട് എഡ്യൂക്കേഷൻ കിട്ടാത്ത വിഭാഗം ഉണ്ട്. ശരി, എന്നാൽ വളരെയധികം താല്പര്യമുള്ളവരും പഠിക്കാൻ മുന്നോട്ട് വരുന്നവരായിട്ടുണ്ട്. അവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കോഴ്സ് വരുന്നത്. ഹിസ്റ്ററിയുടെ ഭാഗമാണ് ലിറ്റിൽ ഫ്ലവറിലെ ആ കോഴ്സ്. പക്ഷേ നമ്മളുടെ ഒരു ഇടപെടൽ കാരണം അവർ ഒരു സെമിസ്റ്റർ ആർട്ടിന് തരികയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇൻ്റർവെൻഷൻസ് നടത്തുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കൊമേഴ്സ് നമ്മൾ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. പല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് നമ്മൾ MOU ചെയ്തിട്ടുണ്ട്. MOU ഒന്നും പത്രത്തിൽ വരാത്തതുകൊണ്ടാണ് നിങ്ങളൊരാളും അറിയാത്തത്. പക്ഷേ എൻ്റെ ഒരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ ഇത് മുന്നോട്ട് പോകണം. അതുമാത്രമല്ല, നല്ലൊരു മനസ്സോട് കൂടിയിട്ട് ഇതിനെ ഉൾക്കൊള്ളാനും കഴിയണം. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കേരള ലോട്ടറിയുടെ ഭാഗമായിട്ട് ലോട്ടറിയിൽ നമ്മൾ ഈ ആർട്ടിസ്റ്റുകളുടെ വർക്ക്, ഈ വർക്കുകൾ പൊടി പിടിച്ച് ലളിതകലാ അക്കാദമിയിൽ ഇരിക്കുന്ന വർക്കുകളാണ് നമ്മൾ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു ആർട്ടിസ്റ്റിൻ്റെ വർക്ക് കാണാനും പറ്റണം. അതോടുകൂടി തന്നെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ശക്തമായിട്ടുള്ള ഒരു ഏരിയ ആണെന്നുള്ളത് വളർത്തിക്കൊണ്ടുവരാനും പല രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ പല രീതിയിലുള്ള സോഷ്യൽ ഇൻ്റർവെൻഷൻസും സോഷ്യൽ പ്രോഗ്രാംസും അതിനുണ്ടായിരിക്കും.
അതിനെ കുറേ പേര് കൂടിയിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഒരു ചുക്കും മണക്കാൻ പോകുന്നില്ല, മനസ്സിലായില്ലേ? പക്ഷേ നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനം കൃത്യമായിട്ട് നടപ്പാക്കും, ഒരു സംശയം വേണ്ട. ഒരാളെ പേടിച്ചിട്ടും ഇതിൽ നിന്ന് പിൻവലിയാനുള്ള പ്ലാനും ഇല്ല. ശരിക്കും അത് കൃത്യമായിട്ട് നടത്തും ചെയ്യും. നമ്മളെ ഒരു ഗവൺമെൻറ്, ഒരു പാർട്ടി നമ്മളൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ട് ചെയ്യുന്നതന്നെ ഞാൻ പറയുന്നു. കാരണം അത് കേരളത്തിലെ ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ്. എന്താണ് കലാ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ലണ്ടനിലെ ICI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി അവരുടെ സെൽഫ് ഫണ്ടിങ് ആണ്, ഒരു ഫണ്ടിങ്ങും വേറെയില്ല. എത്രയോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയുണ്ട്. നമുക്ക് നല്ല തെളിവുണ്ട്, നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്, അവരായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നല്ലൊരു സമയവും നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് എന്ന് പറയാണ്. ഇത് വളരണം. കേരളത്തിലെ കല വളർന്നതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനും വളരണം. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ വളർന്നാൽ മാത്രമാണ് നമ്മുടെ ഇനിയുള്ള ജനറേഷൻ, നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ ഒരുപാട് കഥകൾ പറയാൻ ബാക്കിയുണ്ട് നമുക്ക്. പക്ഷേ അടുത്ത് വരുന്ന ജനറേഷനെങ്കിലും ഗുണം ചെയ്യുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയണം. മീഡിയോക്രസീനെ സൈഡ് ലൈൻ ചെയ്തേ പറ്റുള്ളൂ. അത് ചെയ്തതിന് മാത്രമാണ് നമുക്ക് കൾച്ചറലി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സാംസ്കാരികമായിട്ട് ലിറ്ററേച്ചറും സിനിമയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെ അടുത്ത് പോലും ഇപ്പോഴും ആശയങ്ങളുടെ മാത്രമല്ല, അതിൻ്റെ നടത്തിപ്പിൻ്റെ, അതിൻ്റെ എക്സിക്യൂഷൻ്റെ, അതിൻ്റെ സോഷ്യൽ റിലവൻസിൻ്റെ തലത്തിലൊക്കെ ഇപ്പോഴും കലാകാരന്മാർ ബാക്കിൽ തന്നെയാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നറിയോ? ഇപ്പോൾ രാമേന്ദ്രൻ സാറിൻ്റെ ഒരു മ്യൂസിയം കൊല്ലത്ത് പണി കഴിയാറായി. ഈ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിൽ അതിൻ്റെ ഇനാഗ്രേഷനാണ്. നമുക്ക് വരുന്ന RTI എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പൈസ ചിലവാക്കുന്നതിൽ മുരളി ചീരോത്തിന് എത്ര രൂപയുണ്ട് കിട്ടുന്നുണ്ട്, അയാൾ എന്തൊക്കെയാണ് ഹാൻഡിൽ ചെയ്യണത്. നമ്മളൊരാളും 5 പൈസ അതിൽ തൊട്ടിട്ടല്ല കളിക്കുന്നത്. അതൊക്കെ ഡയറക്റ്റായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇരുന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഒരു ഗ്രൂപ്പ് മന്ത്രിക്ക് കത്തെഴുതാണ് എന്തെന്ന് പറഞ്ഞിട്ട്, എന്തുകൊണ്ട് രാമചന്ദ്രൻ്റെ വർക്ക് മാത്രം അവിടെ, കൊല്ലത്ത് ഞങ്ങളും ആർട്ടിസ്റ്റുകളാണ്, ഞങ്ങളുടെ വർക്ക് എന്തുകൊണ്ട് അവിടെ വെക്കുന്നില്ല? ഇത്തരത്തിലുള്ള ഒരു തരം വിഡ്ഢിത്തരത്തിൻ്റെ ഒരു ലോകം കൂടിയുണ്ട് എന്നുകൂടി തിരിച്ചറിയണം. പുതിയതെന്ന് പറയുന്നത് അത് സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായിട്ടും എല്ലാ തലത്തിലും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിദ്യാഭ്യാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ചേഞ്ചിൻ്റെ അടിത്തറയാണെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ? ഒരു എഴുത്തുകാരനായാലും ഒരു ചിത്രകാരനായാലും സമൂഹത്തിനോട് അവർക്കുള്ള ബാധ്യത എന്താണ്? ഒന്ന്, ഭരണകൂടത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് പ്രവർത്തിക്കുന്ന കലാകാരൻ ആരാണ് ചിത്രം വരയ്ക്കുന്നത്? ആ ചിത്രം എന്താണ്? സാധാരണക്കാരൻ, ഈ സദസ്സ് തന്നെ, ഈ സദസ്സിൽ എത്ര സാധാരണക്കാരുണ്ട്? എന്തുകൊണ്ട് അവരെ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതില്ല? സാധാരണ ജനങ്ങളുണ്ടല്ലോ, ഈ ഇരിക്കുന്നതിനേക്കാൾ ഭൂരിപക്ഷമുള്ളത് സാധാരണക്കാരാണ്. എന്തുകൊണ്ട് അവരെ ഉൾക്കൊള്ളാനൊരു സദസ്സില്ല? എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഭരണകൂടത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് എന്തുകൊണ്ട് ഇവിടെ ചിന്തിക്കാൻ കഴിയുന്നില്ല, പ്രവർത്തിക്കാൻ കഴിയുന്നില്ല? ഒരു ചിത്രം വരയ്ക്കണം, നിങ്ങൾ ഫൈനാൻസിലായി ഏത് ഫൈനാൻസായാലും നിങ്ങൾ വെറുതെ ഈ തൃശ്ശൂർ ടൗണിൽ കൂടെ ഒന്ന് രാത്രി നടന്നു നോക്ക്, കടത്തണ്ണകൾ നോക്ക്. ഈ കടത്തണ്ണകളിൽ കിടക്കുന്ന ജീവിതങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇന്ന് വരച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ പൊതിച്ചോറ് മേടിക്കാൻ നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, നിങ്ങൾ വരച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു സാധാരണക്കാരുടെ ശബ്ദമാവാൻ പറ്റും. നിങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളായിട്ടും സംസാരിക്കാം, നമുക്ക് പലതും സംസാരിക്കാം. പക്ഷേ രാഷ്ട്രീയക്കാരുടെ ഇവിടെ ഇപ്പോൾ ഈ അക്കാദമിയുടെ പ്രസിഡന്റുമാരായാലും എല്ലാത്തിനും രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധി അതല്ല, ജനകീയ മാനവികത അല്ലെങ്കിൽ മനുഷ്യത്വം, മനുഷ്യൻ്റെ പ്രതിനിധി ആരാളുള്ളത്? അവർ സംസാരിക്കുക. അപ്പോൾ അങ്ങനെ ചിത്രം വരയ്ക്കാൻ ആർക്ക് കഴിയും? ഈ സമൂഹത്തിന് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ശുഷ്കമായിട്ടുള്ളൊരു സദസ്സിൽ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ട് സാധാരണക്കാരെ ഇവിടെ വരുത്താൻ കഴിയുന്നില്ല? അപ്പോൾ അതിനെക്കുറിച്ചാണ് ഒരു ചിത്രകാരൻ, സമൂഹത്തിനുള്ള സന്ദേശം എന്താണ്, നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം എന്താണ്, അത് നമ്മൾ കാണും. ആ കാണുന്ന അത് ഉൾക്കൊള്ളാൻ കഴിയും. അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ വികാരം ആ ചിത്രത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് ഉൾക്കൊള്ളും. അതാണ് ചിത്രം. അതിന് ജീവനുണ്ടായിരിക്കും. ആ ജീവനെ നമ്മൾ ഇഷ്ടപ്പെടും. അതാണല്ലോ ചിത്രം. ആ ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ളതാണല്ലോ ഒരു കലാകാരൻ്റെ കഴിവ്. അപ്പോൾ അതിനതീതമായിട്ട് നിങ്ങൾക്കെന്നല്ല ആർക്കായാലും അതിനെക്കുറിച്ച് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞില്ലേ,
അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരനാണ്. അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ ആ പരോക്കിലിസ് അല്ല ഞാൻ പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ സന്ദേശം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത്. അതൊരു കോൺഷ്യസ്നെസ് ആണ്, ബീയിങ് ഇൻ എ കോൺഷ്യസ് മോഡ് എന്ന് പറയുന്നതാണ്. രാഷ്ട്രീയം എന്നുള്ളത് മനുഷ്യപക്ഷമാണ്. അതെ അതെ, സന്തോഷം ആ ഇൻ്റർവെൻഷന്. തീർച്ചയായിട്ടും അപരവിവേകം ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയം, ഒരു സംശയവുമില്ല. വേറെ എന്തെങ്കിലും? നമുക്കിനി 5 മണി 10 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് കലാകാരന്മാർക്കും ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലമാണ് കേരളം. ഒരുപാട് കവികൾ, ഒരുപാട് എഴുത്തുകാർ, ക്രിയേറ്റീവായിട്ട് ഒരുപാട് പേരുള്ള ഒരു സ്ഥലമാണ് കേരളം. കേരളത്തിലുള്ള പോലെ സ്വാതന്ത്ര്യവും വേറെ ഒരു സ്റ്റേറ്റിലും ഇല്ല. നമുക്ക് ഇപ്പം ഫാസിസത്തിന് അഗേൻസ്റ്റായിട്ടും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി കല ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും, പ്രസംഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു സംസ്ഥാനമല്ലേ നമ്മുടേത്. പിന്നെ മറ്റൊരു കാര്യം, ഈ രാഷ്ട്രീയക്കാർക്കെല്ലാം ബിയോണ്ടായിട്ട് കലയ്ക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇനി ആരെങ്കിലും ഇനി? ഒരു മിനിറ്റ്, ബാക്കിയുള്ളവരും ചോദിക്കണ്ടേ? 5 മിനിറ്റ്. 5 മിനിറ്റ് ഇല്ല, 2-3 മിനിറ്റേ ഉള്ളൂ. എന്തെങ്കിലും ഒന്നും കൂടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. വേറെ ആർക്കും പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? ഇപ്പോൾ കുറേ പേര് മീൻസ് ഇപ്പോൾ വന്നിരുന്നവർ പലരും നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവർക്ക് നമ്മളിതുവരെ ചെയ്ത ചർച്ചകൾ അവർ കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ചോദ്യങ്ങളുണ്ട് ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കലയുടെ പുതുരൂപങ്ങളെക്കുറിച്ച് ഇവിടെ നടന്ന ചർച്ചയിൽ തുടക്കം തന്നെ സജിത മുന്നോട്ട് വെച്ച 2-3 കാര്യങ്ങൾ, ഒരു ക്ലൈമറ്റ് ക്രൈസിസ് എന്ന് പറയുന്നത്, ഒരു ആന്ത്രപ്പോസീനിൻ്റെ ഒരു സെനാരിയോ, ഇന്ന് നമ്മൾ ഇതുവരെ പരിചയിച്ച കലയിൽ നിന്നും വ്യത്യസ്തമായ പ്രതിസന്ധികൾ, കലാജീവിതങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാക്കുന്നു. രാഷ്ട്രങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും ഒന്നും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ സൂചിപ്പിച്ചു. അതിനോട് ചേർത്ത് തന്നെ മധു സൂചിപ്പിച്ചത് വീഡിയോ ആർട്ടിൻ്റെ ഒരു പ്രസക്തിയെ പറ്റിയിട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് വളരെ ലാർജറായിട്ടുള്ളൊരു അതിനേക്കാൾ ലാർജറായിട്ടുള്ള സെനാരിയോയിലേക്ക് ഇപ്പോൾ വികസിച്ചു കഴിഞ്ഞു ഒരു പോസ്റ്റ് പാൻഡമിക് ലോകത്ത്. അത് ലെൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ്, അല്ലെങ്കിൽ വെറും റെക്കോർഡിംഗ് അല്ല, ലോകത്തിൻ്റെ യഥാർത്ഥമായ ലോകത്തിൻ്റെ റെക്കോർഡിംഗ് മാത്രമല്ല കല, മറിച്ച് അതിനകത്ത് അനവധിയായ സംഘർഷങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു അതോറിറ്റി ഓഫ് ദ റിയലിനെ പൊളിക്കലാണ് ഈ ലെൻസ് ബേസ്ഡ് പ്രാക്ടീസിൻ്റെയൊക്കെ രീതി. പിന്നെ വന്നത് പെർഫോമൻസിനെ കുറിച്ചുള്ള ചിന്തയാണ്. ബോഡി സെൻറ്റേർഡ് ആയിട്ടുള്ള കലകൾ, അല്ലെങ്കിൽ ബോഡി പൊളിറ്റിക്സ്, അല്ലെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ബൈ ആൻഡ് ലാർജ് ആ ഒരു കൺസേൺ, അത് നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവ് മാത്രം ആണ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അത് വളരെ കുറച്ച് മാത്രമേ സ്ത്രീകൾ ആ രംഗത്ത് വരുന്നുള്ളൂ എന്നുള്ള മറ്റൊരു ജെൻഡർ കൺസേൺ അതിലുണ്ട്. പിന്നെ ഇതിനോട് ചേർത്ത് നമ്മൾ മുന്നോട്ട് വെച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആർട്ട് എഡ്യൂക്കേഷൻ, അതിൻ്റെ ഒരു റോൾ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള MOUസിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു, പുതിയ പദ്ധതികളെ പറ്റി പറഞ്ഞു. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിസം കേരളത്തിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് റെസ്പോൺസിബിൾ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള മനുഷ്യരൊക്കെ സ്വയം ഒന്ന് പുതുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ വാശിയോട് പറഞ്ഞില്ലേ ഇത് ഞങ്ങൾ നടത്തിയിരിക്കും എന്ന് പറഞ്ഞത്, സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ നടത്തിയതിന് ശേഷം ഫ്രാങ്ക് ആയിട്ടുള്ളൊരു ഒരു ക്രിട്ടീക്ക് ഉണ്ടാവുകയും, അതാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്, അതാണ് സാഹോദര്യം എന്ന് പറയുന്നത്. അല്ലാതെ നടത്തണം എന്ന് ഒരാൾ പറയുമ്പോഴേക്കും ഇത് എങ്ങനെ ഉടയ്ക്കാമെന്ന് ഇരിക്കുന്ന രീതിയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു സമീപകാലത്ത് കലയിൽ വലിയ വളർച്ച കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ സാധാരണ മനുഷ്യരുടെ പങ്കാളിത്തം ഇന്ന് കലയിലുണ്ട്. നമ്മളെല്ലാവരും സാധാരണക്കാർ തന്നെയാണ്. എന്താണ് അസാധാരണത്വം എന്ന് മാത്രം എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ചില പ്രിവിലേജസ് ഉണ്ടാവുന്നതാണ്. അതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ കല തന്നെ ഒരു പ്രിവിലേജാണ്. ഇപ്പോൾ ഒരാളുടെ പണമോ പ്രശസ്തിയോ ഒന്നും നോക്കിയിട്ടല്ല, അയാൾ ചെയ്യുന്ന കല മറ്റൊരാളെ ബാധിക്കുന്നതോടെ അയാൾ ശക്തനായി കഴിഞ്ഞു. അപ്പോൾ കല തരുന്ന പ്രിവിലേജിൻ്റെയും ശക്തിയുടെയും അത് തരുന്ന അസാധാരണത്വമൊക്കെ വളരെ സാധാരണക്കാർക്കും ക്ലെയിം ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് അതിന് കലയുടെ ഭംഗി മുഴുവൻ. അപ്പോൾ ആ ബ്യൂട്ടി നമ്മൾ തിരിച്ചറിയണം. ഞാൻ ആ ലെവലിലേക്കാണ് മധുവിനോട് ചോദിച്ചതും. കാരണം അത്തരത്തിലുള്ളൊരു
നാരായണഗുരുവിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വർക്ക് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് ചോദിച്ചത്, ആ ഒരു പോയിന്റിൽ വന്ന് നിൽക്കണം. അപരവിവേകം, സാമൂഹികത, സ്നേഹം എന്ന് പറയുന്ന അടിസ്ഥാനമായിട്ടുള്ള ഒരു വികാരത്തിലാണ് സത്യത്തിൽ. അതിന് തടസ്സപ്പെടുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കലയൊക്കെ ഉണരുന്നത്. ഈ സ്വാതന്ത്ര്യമൊക്കെ വരുന്നത് എപ്പോഴാണ്? സ്നേഹിക്കാൻ പറ്റാതിരിക്കുക, ഇടപെടാൻ പറ്റാതിരിക്കുക, മറ്റൊരാളിൽ നിന്ന് എന്നിൽ നിന്ന് അങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കല വരും, കലയുടെ ഫോംസ് വരും, വേറെ വേറെ ഫോംസ് വരും. അപ്പോൾ നമ്മളിൽ കല കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഇടയിൽ സമ്മർദ്ദങ്ങളും കൂടുതലാണെന്നാണ്. അത് സംശയമൊന്നുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ കോളേജുകളിൽ വരുന്ന നിങ്ങൾ ഈ പറഞ്ഞ സാധാരണക്കാർ മനുഷ്യന്മാരെ തന്നെയാണ് നമ്മളൊക്കെ. അത്തരം മനുഷ്യരെ ശക്തിപ്പെടുത്തുന്ന സാമൂഹിക സ്ഥാപനങ്ങൾ, ഭരണകൂട സ്ഥാപനങ്ങൾക്ക് വലിയ റോളുണ്ട് അതിൽ. ഹന്ന, അതെ അതെ, അതാണ്. താങ്ക് യു ഹന്ന ഫോർ ദാറ്റ്. അപ്പോൾ വിദ്യാർത്ഥികളാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവസാനിപ്പിക്കുക. വിദ്യാർത്ഥികളാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നട്ടെല്ല്, കലാകാരന്മാരാണ് ഒരു സമൂഹത്തിൻ്റെ തന്നെ നട്ടെല്ല് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കി എല്ലാം കൊണ്ടും സമ്മർദ്ദമുള്ള അല്ലെങ്കിൽ മർദ്ദക സ്വഭാവമുള്ളൊരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വിധത്തിൽ അനങ്ങാൻ പറ്റുന്ന ഒരു വർഗ്ഗമാണ് കലാകാരൻ എന്നെനിക്ക് തോന്നുന്നു. ഇത്രയും പറഞ്ഞ് നിർത്തട്ടെ. നിറച്ചാർത്തിൻ്റെ സതീഷ് ഇവിടെയുണ്ട്. കല സാധാരണക്കാർക്കിടയിൽ എങ്ങനെയെന്ന്. സത്യത്തിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ കല മനസ്സിലാക്കലില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മാറ്റണം. ആ കലയുടെ സെൻസിബിലിറ്റി എന്താണെന്ന് പഠിക്കേണ്ട ഒരു ഇത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാവും. ഒരുപാട് കലാകാരന്മാരുണ്ട് നമുക്ക്, ഒരുപാട്. ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയുള്ളൂ, 20 ബോയ്സും ഞാൻ ഒരു പെൺകുട്ടിയുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, ഇത് ജസ്റ്റ് ഓപ്പോസിറ്റായിരുന്നു. ഇന്ന് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ കേരളത്തിൽ സ്ത്രീ ചിത്രകാരികൾ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സമൂഹം. ശരിക്കും സതീഷിൻ്റെ ചോദ്യം റെലവൻ്റ് ആണ്, ബിക്കോസ് ഇതാണ് ഉത്തരം. അത് സതീഷ് അടക്കമുള്ള നിറച്ചാർത്ത എന്ന പ്രസ്ഥാനം തന്നെ ഈ ഇക്കോ സിസ്റ്റത്തിൻ്റെ ഭാഗമാണെന്ന് സതീഷും കൂടി മനസ്സിലാക്കണം. കാരണം ഞങ്ങൾക്കതറിയാം. അപ്പോൾ ഇങ്ങനെ സതീഷല്ലേ, ഇങ്ങനെ ഒട്ടനവധി അല്ല പിന്നാരാ? ഒരു മിനിറ്റ് എന്നാ കൊടുക്കാമോ? ഇപ്പം കഴിയും, 2 മിനിറ്റ്. ഇവിടെ സാധാരണക്കാർക്കിടയിൽ എങ്ങനെയാണ് കല വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് പാനലിലിരിക്കുന്നവരെ ഓർമ്മപ്പെടുത്തിയതാണ് നിറച്ചാർത്തിലെ സതീഷ് ഇവിടെയുണ്ട്. എങ്കക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇവിടെ ഇന്ത്യയിലെ പല ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകളെയും അതോടൊപ്പം തന്നെ ആ ലോക്കലായിട്ടുള്ള പ്രാദേശിക കലാകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കോവിഡിൻ്റെ ടൈമിൽ 50ഓളം ടോക്കുകൾ ആർട്ടുമായി ബന്ധപ്പെട്ട് നടത്തുകയും തുടർന്ന് ഏകദേശം 100-ലധികം കലാകാരരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വർക്ക്ഷോപ്പുകൾ കോവിഡ് ടൈമിൽ ചെയ്യുകയും പിന്നീട് തുടരുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു നാട്ടുകാരൻ, അദ്ദേഹം ജനലിംഗചാരി നിൽക്കുന്നുണ്ട്. ആ മനുഷ്യൻ്റെ നാട്ടിൽ നിറച്ചാർത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്ത റെസിഡൻസിയിൽ ഞാനും അംഗമായിരുന്നു. ആ നാട്ടിലെ മനുഷ്യർ കൊടുക്കുന്ന ചോറ് കഴിച്ച് ആ മനുഷ്യരുടെ വീട്ടിലെ സൗകര്യങ്ങളിൽ ഏതൊരു ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റും വന്ന് താമസിക്കുന്ന ഒരു തുറന്ന മാനസികാവസ്ഥയും തുറന്ന സൗഹൃദവും ഒരു വിടർന്ന മനസ്സുമുള്ള കുറേ മനുഷ്യർ കലയ്ക്കും കലാകാർക്കൊപ്പം പ്രാദേശികമായി സാധാരണക്കാരായിട്ടുണ്ട്. കവിതാ മിസ് ആ കാര്യം സംസാരിക്കുമ്പോൾ കല എങ്ങനെയാണ് സാധാരണ മനുഷ്യർക്കിടയിൽ ഉണ്ടാവുന്നത്, കല എങ്ങനെയാണ് വീട്ടമ്മമാർക്കിടയിൽ വർക്ക് ചെയ്യുന്നത്, ആ വീട്ടമ്മമാർ കൂടി എങ്ങനെയാണ് ഇൻ്റർനാഷണൽ കലാകാരരുടെ പ്രാക്ടീസിനെ മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമായിരിക്കുകയും പിന്നീട് അവിടെയുള്ള കുട്ടികൾ കൂടി ഇപ്പോൾ കലയുടെ മേഖലയിലേക്ക് വരികയും മികച്ച വർക്ക്ഷോപ്പുകൾ ഉണ്ടാവുകയും ഇപ്പോൾ അവർ കൂടി ഫൈൻ ആർട്സ് കോളേജുകളിൽ മികച്ച രീതിയിൽ വിദ്യ അഭ്യസിച്ച് കേരളത്തിൽ നിന്ന് ഇൻ്റർനാഷണൽ ഫൈൻ ആർട്സ് കോളേജുകളിലേക്ക് വിദേശ സ്ഥലങ്ങളിലേക്കെല്ലാം ആർട്ടിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്നത് എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ആ മനുഷ്യൻ. അതിവിടെ പറയണം എന്ന് എനിക്ക് തോന്നി. കല ഒരിക്കലും മനുഷ്യരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നല്ല, അതിന് പല 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 ലെയറുകളുണ്ട്. ആ ലെയറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് നമ്മുടെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ട് നിശബ്ദരായി പല ജനലിലും തൂണിലും അല്ലെങ്കിൽ ഇവിടുത്തെ കസേരയിലും ഒക്കെ ആളുകളുണ്ടാവും. അവരെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് കൂടി വളരെ പ്രധാനമാണ്. ലോക്കൽ ഗ്ലോബലും കൂടിയാണ്. അതുകൊണ്ട് കല എങ്ങനെ സാധാരണക്കാരിൽ നിന്നും മാറി നിൽക്കുന്നു എന്നുള്ള ചോദ്യം അത് പ്രസക്തമാകുന്നത് സതീഷിനെ പോലെയുള്ള ആൾക്കാർ കൂടി കലയിൽ വരുമ്പോഴാണ്. അതൊന്ന് സൂചിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനാണ് ആ ലെറ്റർ കവിതാ മിസ്സിന് അയച്ചത്. കവിതാ മിസ്സിന് പറഞ്ഞത് സതീഷിന് ഇതുമായിട്ട് യാതൊരു റോളും ഇല്ല,
സതീഷിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ലോക്കൽ മേഖലയിൽ കല ഉണ്ടാക്കുന്നത് എന്നുള്ളത് എൻ്റെ തിരിച്ചറിവിൽ നിന്ന് എന്നിലുണ്ടായ ഒരു ഇമ്പൾസ്, അതൊന്ന് കവിത ഇവിടെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതാണ് ഞാൻ ചെയ്ത ഒരു കാര്യം. സന്തോഷം ജലജ. ഇതൊക്കെ തന്നെയാണ് ഈ മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ. സതീഷ് ഒരു ആർട്ടിസ്റ്റ് ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അക്കാഡമി ഇല്ല, ഫൈൻ ആർട്സ് കോളേജും ഇല്ല. പക്ഷേ നമ്മുടെ അവിടെയൊക്കെ വന്ന് അദ്ദേഹം കൊളാബറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ പലതവണ നിറച്ചാർത്തിൽ പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. നിറച്ചാർത്ത് ഈ സദസ്സിൽ നിന്ന് വന്ന ഒരു കാര്യമാണല്ലോ അല്ലേ? അപ്പോൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ചിത്രകലയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പുതുരൂപം. ഇത് മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ മീഡിയവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. അതൊക്കെ അതിൻ്റെ കൂടെ വരുന്നതാണ്. മീഡിയമിസ്റ്റിക് ആയിട്ടുള്ള അറിവില്ലാതെ നമുക്ക് കല അറിയാൻ പ്രയാസം ഉണ്ടാവും. ഒരുപക്ഷെ അതൊരു കലയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ ഉണ്ട്. ആ ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ ഉണ്ടാക്കുന്ന ആളുടെ സാമ്പത്തിക ക്യാപിറ്റൽ അല്ല, അതൊരു അയാളുടെ മനുഷ്യൻ എന്ന് പറയുന്ന അവസ്ഥയുടെ ക്യാപിറ്റലാണ്. അതാണ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത്, അല്ലാതെ വർഗപരമായൊരു കൺസെപ്റ്റേ അല്ല അത്. അതുകൊണ്ട് സാധാരണക്കാരനും പണക്കാരനും ഒക്കെ ഒരേപോലെ കലയുടെ മുമ്പിൽ തുല്യരാണ്. സോ ഈ ഒരു ഇഗാലിറ്റേറിയൻ ബോധത്തിലാണ് കലയുടെ പുതുരൂപങ്ങൾ ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ നിർത്താം. താങ്ക് യു ജലജ ആൻഡ് ഓൾ അതർ പീപ്പിൾ ഹു ആർ ഹിയർ. താങ്ക് യു.